അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയിലിനെ കുറിച്ച് ഒന്നും പറയരുത്. ഇക്കാക്ക് എത്ര കാശ് തന്നാലും ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കില്ല, അങ്ങനത്തെ ഒരു ഫുഡ് ഉണ്ടെങ്കിൽ അതിനൊന്നും പറയാനില്ല. മയില് അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി മയിൽ കറി മാഹീൻ ചില്ലി ഉണ്ടാക്കലാണ്. മക്കളെ എനിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വേണം. അണ്ടിപ്പരിപ്പ് മുന്തിരിയ ആരാ പഠിച്ച? മയില് വൻ വിഷയല്ലേ. പിന്നെയാണ് നാട്ടിൽ നിന്ന് കോളി വരുന്നു, വീട്ടിൽ നിന്ന് കോളി വരുന്നു, ഉമ്മ വിളിക്കണു, ജ്യേഷ്ഠം വിളിക്കണു. എന്തിനാണ് ആദ്യം ഇറങ്ങിച്ചെന്ന്? ഇതിന്റെ പെർഫ്യൂമിന് പേരിട്ടേക്കുന്ന ബെലാരിയോ എന്നാണ്. പിണങ്ങിയിരിക്കുക, തിരിഞ്ഞിരിക്കുക. ഇപ്പൊ ഫൈനലായിട്ട് ഇതാ ഒരു വീഡിയോ കണ്ടിരിക്കുകയാണ്. ഐ എം ക്വിറ്റിംഗ് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട്. നിർത്തുന്നു എന്ന് അല്ല, കുറച്ച് ബിസിനസ്സിലേക്ക് എന്ന് വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണം. നിർത്തില്ല, കാരണം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് തുടരുന്നൊരു താല്പര്യമുള്ളത്. കാരണം ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം അതാരും പാഴാക്കില്ലല്ലോ. ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യണം. ഇപ്പം ഞാൻ ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും. ഒട്ടകപക്ഷി ഒന്ന്, ഒട്ടകം ഒന്ന്, പാമ്പ്, മുതല. പക്ഷെ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യില്ല, ബാക്കിയുള്ളവർക്ക് വാരി കൊടുക്കുകയും ചെയ്യും. ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മൾ കഴിക്കാത്തൊരു ഭക്ഷണമായതുകൊണ്ട് അതാണ്. എപ്പോഴും നമ്മൾ വീഡിയോസ് കാണുമ്പോൾ പറമ്പിലിരുന്നിട്ടുള്ള വീഡിയോസ് ആണ്. ആ പറമ്പിൽ നിന്ന് അവസാനം ഇറക്കി വിട്ടപ്പോൾ ആ പറമ്പ് മൊത്തത്തിൽ വാങ്ങിച്ചു, വില കൊടുത്തു. ഞാനത് ലീസിനാണ്. എനിക്ക് വരുമാനം വരാൻ തുടങ്ങി ചെറിയൊരു പൈസയൊക്കെ ഞാൻ അവർ കൊടുത്തു. നമ്മൾ അണ്ടറിലാണ്, അണ്ടർ മൈ കൺട്രോൾ. ചെറിയൊരു സ്ഥലമാണ്, പക്ഷെ അതിന്റെ പുറകിലെ ആംബിയൻസ് വലുതാണ്. നമുക്ക് ക്യാമറ ആംബിയൻസ് കൂടെ കിട്ടുമല്ലോ, അത് ഫ്രീ അല്ലേ. ഞാൻ വിചാരിച്ച മറ്റേ വില്ലേജ് കുക്കിംഗ് ചാനൽ കണ്ടിട്ടാണ് ഇക്ക സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല, അവരൊക്കെ നമ്മളുടെ ഒപ്പം സ്റ്റാർട്ട് ചെയ്തതാണ്. അവര് നമുക്ക് ഒന്ന് രണ്ട് പണിയൊക്കെ തന്നിട്ടുള്ള ആളുകളാണ്. ചെയ്യാൻ ഏറ്റവും ആഗ്രഹമുള്ള വീഡിയോ, പക്ഷെ ഇതുവരെയും ചെയ്യാനും പറ്റിയിട്ടില്ല. അത് ഞാൻ പറയില്ല. അത് ഈ വർഷം ചെയ്യണോ വേണ്ടയോ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അതുകൊണ്ടാവുമോ ഇല്ലയോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ക്ലബ് FM-ലാണ് കേട്ടോ, കൊച്ചിയിൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു റേഡിയോ ജോക്കി ഉണ്ട്, മാഹീൻ ചില്ലി ഉണ്ടാക്കലാണ്. അപ്പം മാഹീൻ ചില്ലി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ വെറൈറ്റിയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇത് അങ്ങനെ പെട്ടെന്ന് ചില്ലി ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമല്ല ഈ സാധനം. അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ മസാലകൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉളുപ്പ്, കുറച്ച് തൊലിക്കട്ടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ എൻ്റെ ഭയങ്കര സുഹൃത്താണ് മാഹീനായിട്ടൊരു ഇൻ്റർവ്യൂ ഈ ക്ലബ് FM എനിക്ക് കിട്ടിയത് തന്നെ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുപാട് കാലത്തെ ബന്ധവും സുഹൃത്തുക്കളായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ കുറേ ട്രോൾ ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ സന്തോഷമുണ്ട്. ട്രോളും കമൻറ്റുകളൊക്കെ ഞാൻ അതിലൊക്കെ സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം അതൊക്കെ ഉണ്ടെങ്കിലേ നമ്മൾ വളരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എന്നെ വളർത്തിയ കൂട്ടത്തിൽ മാഹീനും ചെറിയൊരു പങ്ക് വഹിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് നമുക്ക് കുറച്ച് നേരം കുറച്ച് എൻ്റർടൈൻമെൻറ്റും കുറച്ച് എന്താ പറയുക നമ്മുടെ നാട്ടുവർത്തമാനങ്ങളൊക്കെ ആയിട്ട് കുറച്ച് രസകരമായ കുറച്ച് കാര്യങ്ങളും. കാരണം മാഹീൻ്റെ അടുത്തിരുന്ന മാഹീനെ അറിയുന്ന ആളുകൾക്കറിയാം, ഒരു ആളുകളെ ചിരിപ്പിക്കാൻ വളരെ മിടുക്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് വയ്യ. ഇത് ആക്ച്വലി നമ്മള് വരുന്ന ഗസ്റ്റിന് നമ്മളാണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാറുള്ളത്. ഇതിപ്പോ ഇക്ക റേഡിയോ ജോക്കിയായി മാറി. ഇപ്പൊ ഇനി ഇക്കാക്ക് ചെയ്യാൻ പറ്റാത്ത ജോലികളൊന്നുമില്ല. ഫുഡ് ഉണ്ടാക്കും, ബിസിനസ്, അതെ, റേഡിയോ ജോക്കി. ഇനി എന്തൊക്കെയാണ് ഇക്ക അതായത് പുറത്ത് കാണിക്കാത്ത കഴിവുകൾ? തീർച്ചയായിട്ടും മനുഷ്യനാകണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആദ്യത്തെ ഇത്. അപ്പം നിങ്ങളുമായിട്ട് ഒരു സംഭാഷണം നടത്തുമ്പോൾ നിങ്ങളിൽ ഒരാളാകുക എന്നുള്ളതാണ് സൂപ്പർ എൻ്റെ ഒരു അടിപൊളി. വിളിച്ചിടാൻ തന്നെ ഓടിയെത്തി. ഇതെന്തായാലും ഓണപ്പരിപാടിയാണ്. അല്ല, ഓടിയത്തിന് വേറൊരു പ്രശ്നമുണ്ട്. ഇവിടുന്ന് ക്യാമറ സാധനങ്ങളായിട്ട് അങ്ങോട്ട് ഓടിയല്ലോ. എനിക്കൊരു സമാനം തരില്ല, അതാണ് ഞാൻ ഇങ്ങോട്ട് ഓടിയത്. ഇക്കാക്ക് ചെറിയൊരു പേടിയാണ്. കാരണം നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുന്നേ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇക്ക യൂട്യൂബിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു ടൈമിൽ ഹാരിസിക്ക ഇതേപോലെ ഹാരിസിക്കയുടെ ഉപ്പുപ്പ വഴി, അതായത് ഹാരിസിക്കയുടെ ഉപ്പുപ്പയാണെന്ന് പറഞ്ഞൊരു പ്രാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഉപ്പുപ്പ ഞാനായിരുന്നു, അതെൻ്റെ ചാനലിലായിരുന്നു വന്നതും. അന്നൊരു അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയിലും തുടങ്ങിയ ബന്ധമുണ്ട്. അന്ന് ഫിറോസിക്ക ചോദിച്ചു ഉപ്പുപ്പാക്ക് എന്തിനു വേണം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ എനിക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വേണം. ശരിക്കും പറഞ്ഞാൽ ഞാനന്ന് വിശ്വസിച്ച് പോയിട്ടാ. പിന്നെ ഞാനന്ന് ഭയങ്കര ഒരു മീറ്റിംഗ് ഇരിക്കുന്ന സമയത്താണ് മാഹിയും വിളിക്കുന്നത്. ഞാനൊരു മീറ്റിംഗ് നിന്ന് ഭയങ്കര ഡിസ്കസ് ഒക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരിയ ആരാ പഠിച്ച. പക്ഷെ എൻ്റെ മനസ്സിലെന്താ പറയുക, ഒരു പ്രായ ഒരാൾ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് വിളിച്ചാൽ ദേഷ്യപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. മനുഷ്യനാണ്, ദേഷ്യം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ എങ്കിലും അങ്ങനെ പബ്ലിക്കിൽ അങ്ങനെ ദേഷ്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും കാണിക്കാത്ത. അന്ന് ആ സംസാരം കേട്ടതും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വാങ്ങിച്ചു തരാമെന്ന് തന്നെ തീരുമാനിച്ചു. പിന്നെ മാഹീന്റെ ഫോൺ ഞാൻ കുറച്ചു കാലം എടുക്കുള്ളത് സത്യം കേട്ടാൻ വിളിച്ചു മായനെ നിങ്ങൾ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് പറയുന്ന ആ ഒരു സാധനമായിരുന്നു ഇക്ക ചോദിച്ചത്. പിന്നെ കുറെ ആള്
ചുമ്മാ ഇല്ലാത്ത മീറ്റിംഗ് ഒക്കെ ഉണ്ടാക്കി പറയും, വിളിക്കല്ലേ മീറ്റിംഗിലാണ്. അല്ല അങ്ങനല്ല, വേറെ എന്തെങ്കിലുമൊക്കെ തിരക്കിലായിരിക്കും. ഭയങ്കര സ്നേഹബന്ധമുള്ള ഒരാളാണ് ഇക്ക പറഞ്ഞ പോലെ. ഇനി എനിക്ക് എടുത്തു ചോദിക്കാനുള്ള, ഇക്ക ഓണം എത്തിയിരിക്കുകയാണ്, തീർച്ചയായിട്ടും. എന്താണ് ഈ ഓണത്തിന് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഓണത്തിന് എല്ലാ വർഷവും നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ, സദ്യ പോലുള്ള എന്തെങ്കിലും പരിപാടി പ്ലാൻ ചെയ്യണം. സദ്യ കണ്ട് നമ്മുടെ ഓഡിയൻസിന് തന്നെ ഒരു മടുപ്പായോ എന്നൊരു തോന്നൽ. അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും മാറ്റിപ്പിടിക്കാം. പിന്നെ സമയമില്ല, സമയം വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്നതിൻ്റെ ഇനി ഒരു 4-5 ദിവസമാണ് ഓണത്തിന് ബാക്കിയുള്ളത്. അപ്പോൾ എന്തെങ്കിലും ആവണമെന്ന് ചെയ്യാം. പിന്നെ അതിനിടയിൽ നമ്മൾ ചെറിയൊരു ബിസിനസ് ഒക്കെ തുടങ്ങി, അപ്പോൾ അതിൻ്റെയും കുറച്ച് തിരക്കിലായിപ്പോയി. പക്ഷേ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതിനുള്ള കഠിന പ്രയത്നത്തിലാണ് നമ്മൾ. 250 ഡിഷസ് ഒരുക്കിയ കഴിഞ്ഞ ഓണത്തെ സദ്യ. അതെ ഒരു രക്ഷയില്ല. അതിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കാക്ക് പോലും പറയാൻ പറ്റില്ല. എനിക്കറിയില്ല സത്യത്തിൽ. ഞാൻ കവറിൽ പേര് കെട്ടി എഴുതി വെച്ചിട്ടാണ് സാധനം ഓരോന്ന് ഇട്ടത്. കാരണം ഇത്രയും സാധനമില്ലേ സദ്യയിലാകെ. നമ്മൾ 21 ഐറ്റം, 11 ഐറ്റം, ഇല്ലെങ്കിൽ 27 ഐറ്റം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് ഞാൻ അവിടുത്തെ നാട്ടിൽ ചേച്ചിമാരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ടാണ് ഈ പരിപാടി. വലിയൊരു കല്യാണ പരിപാടി പോലെ 10-30 ഗ്യാസും അടുപ്പും കാര്യങ്ങളും പിന്നെ പേപ്പറും പ്രിപ്പറേഷനും അങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അങ്ങനെയൊക്കെ എത്ര കല്യാണം കഴിച്ചിരിക്കുന്നു ശരിക്കും. അതെ അതെ തീർച്ചയായും. ഇതേപോലത്തെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് ഒരു കല്യാണം ആവുന്നത്. അല്ല, ഞാൻ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കല്യാണ പരിപാടി പോലെയാണ്. കാരണം ഒരു 10-13 ആളുകളുണ്ട് നമ്മുടെ പുറകിൽ. അവരത് ഉള്ളി തൊലിക്കാനും പരിപാടിക്കൊക്കെ ആയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഉള്ളി തൊലിക്കുന്നത് പിന്നെയും കുഴപ്പമില്ല, ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ തൊലിക്കാൻ ഇത്തിരി ഭയങ്കര ബുദ്ധിമുട്ട്. 1 കിലോ 2 കിലോ ഉണ്ടെങ്കിൽ പിന്നെ എക്സ്പീരിയൻസ് അല്ലല്ലോ. നമ്മൾ കല്യാണത്തിനൊക്കെ പോണ പോലെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണമെന്നില്ല, ഒരു വീക്കിലൊരു ടൈമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിലേയും പരിപാടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണു. അടിപൊളി. അപ്പം ഈ ഓണത്തിന് ഒരു വെറൈറ്റി സംഭവം കാണും, ചെയ്യണമെന്നുണ്ട്. സമയത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഓഡിയൻസ് ആണല്ലോ വരുന്നത്. കണ്ടന്റ് പ്ലാനിങ് ഒക്കെ എങ്ങനെയാണ്? കണ്ടന്റ് നമ്മൾ സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യും. യൂട്യൂബിൽ പല ആളുകളുടെയും പല വീഡിയോസ് ഉണ്ടല്ലോ, പല രാജ്യക്കാരും ചെയ്തതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. പക്ഷെ ഓണസദ്യ ആരും ചെയ്തിട്ടില്ല, 250 ഡിഷൊന്നും ആരും ചെയ്തിട്ടില്ല. പിന്നെ പുട്ട് അതുപോലുള്ള സാധനം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. പുട്ട് നേരത്തെ ഒരു ടീമുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും വലുതെന്ത് ചെയ്യാമെന്നോ തീരുമാനിച്ചിട്ട് അങ്ങനെ കുറേ സമയം എടുത്തിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചറും ഇതൊക്കെ പ്ലാൻ ചെയ്തത്. ഇതിന് നമുക്ക് പുട്ടിനൊക്കെ ഇതിന് ആവി കൃത്യസമയത്ത് കൃത്യ സ്ഥലങ്ങളിലേക്ക് എത്തണം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പൈപ്പ് കൊടുത്തിട്ടാണ് ഒരു 30 അടി ഹൈറ്റിലുള്ള ഒരു പുട്ടുണ്ടാക്കിയത്. അന്ന് നമ്മൾ അതിന് ഏകദേശം ഒരു 3 മാസം നമുക്ക് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിഹേഴ്സലും പരിപാടിയും ട്രെയിനിങ്ങും ഈ കുട്ടികൾക്കൊക്കെ അറിയണ്ടായിരുന്നു, നമ്മുടെ കൂടെയുള്ള ആളുകൾ ഇതിന് മുകളിൽ കയറി നിൽക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. കാരണം എല്ലാവരുടെയും വിചാരം ഇത് ഡേഞ്ചറില്ല കേസല്ല, പക്ഷേ ഭയങ്കര ഡേഞ്ചറായി. അടുപ്പും അതിൻ്റെ തീയും അതിൻ്റെ അടുത്തിരിക്കുന്നത് മന്തിക്കുഴിയൊക്കെ ഭയങ്കര 1000 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചറൊക്കെ ഉണ്ടാവും. 500 മുകളിലായിരിക്കും മന്തിക്കുഴിൻ്റെയൊക്കെ ടെമ്പറേച്ചർ. അതിനകത്തൊക്കെ വീണ് അപ്പുരുക തന്നെ. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഇക്ക സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യുന്നത് രതീഷും ഐക്കയും കൂടെ ഇരിക്കുമോ? എന്തെങ്കിലും? ഞാൻ രതീഷൊക്കെ ഉണ്ടാവും. നമ്മളൊരു ഗ്രൂപ്പുണ്ട്, ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മളൊരു വീഡിയോ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനിടും. പിന്നെ പല ആളുകളുടെയും പല ഭാഷയിലും ചെയ്തൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അതിനൊക്കെ നമ്മുടെ രീതിയിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. യൂട്യൂബ് എൻജോയ് ചെയ്താണ് ചെയ്യാറുള്ളത് പലരും. അപ്പോൾ ഇക്ക കുറച്ച് പ്രഷറും കൂടെ എടുത്ത് വെച്ചിട്ടാണ് അതിൽ. അല്ല, നമുക്ക് ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാനും സാധനങ്ങളുടെ അറേഞ്ച്മെൻറ്റ്സിനും മാത്രമേ ഒരു പ്രഷറുള്ളൂ. ബാക്കിയൊന്നും പിന്നെ പ്രഷറൊന്നുമില്ല. പിന്നെ കുട്ടികളുണ്ട്, നമ്മുടെ ആളുകളുണ്ട്, ഇവർക്ക് കൂടി സെറ്റ് ചെയ്യും പരിപാടിയൊക്കെ. അങ്ങനെ പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ എന്താണ് നമ്മൾ ചെയ്യുന്നതെല്ലാം. ആദ്യമൊക്കെ ഒത്തിരി സ്ട്രഗിളായിരുന്നു, പക്ഷെ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ പുട്ടുകുറ്റിയൊക്കെ ഇപ്പോൾ എവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? അങ്ങനത്തെ കുറേ മെഷീൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചത് ഉണ്ട്, നമ്മളടുത്തുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു പുട്ടിന് നമുക്കൊരു മറ്റേ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ ഇതുവരെ നമ്മളെ ആ പുട്ടിനെ വീട്ടിൽ തന്നെ വേറൊരാൾ ചെയ്തിട്ടില്ല. സ്റ്റീം കേക്ക് എന്നാണല്ലോ അതിന് പറയാം. പക്ഷെ ഇത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അതിന്. യൂട്യൂബ് ചാനൽ ഞാൻ നോക്കിയപ്പോൾ ശരിക്കും കുക്കിംഗ് ചാനലിലല്ല, അതായത് കുക്കിംഗ് ആയിട്ടല്ല തുടങ്ങുന്നത്. അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ ചെറിയ അതായത് ഇക്ക കണ്ടുപിടിക്കുന്ന കുറേ സാധനം, ഈ റബ്ബർ സ്റ്റാമ്പ് എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഈ അതിനെന്താ പറയുന്നത്, അത് എന്ത് അങ്ങനത്തെ പരിപാടി ആയിരുന്നു അല്ലേ. ഞാൻ 2012 ഈ ഫീൽഡിൽ വരുന്നത്. 2007 ഞാൻ ഗൾഫിലായിരുന്നു. 2012 ഞാനിത് നിർത്തി വരികയാണ്. ഗൾഫിലേക്ക് ഞാൻ പോകണില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി വരികയാണ്. എത്ര വർഷത്തെ? 5 വർഷം, 5-5.5 വർഷത്തോളം, ഒരു 5 സംതിങ്. അന്നേ രതീഷും കൂടെ ഉണ്ട്? ഇല്ലില്ല, അന്ന് രതീഷ് ഇവിടെയാണ്. ഞാൻ ഗൾഫിൽ പോയത്. ഞാൻ എൻ്റെ 20-21 വയസ്സ് ഇങ്ങനെ ആയപ്പോൾ ഗൾഫിലേക്ക് പോയതാണ്. പിന്നെ ഒരു 5 വർഷം അവിടെ ഇരുന്നു. അവിടെ നിന്നാണ് ഈ കുക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാകുന്നത്. നമ്മൾ കുറേ മലയാളികൾക്കായിട്ട് ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യും. പിന്നെ നമ്മളോട് കുക്കായിരുന്ന ഒരാൾ ലോറി ഡ്രൈവറായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൽ നിന്നൊക്കെ പരിചയമാണ് നമ്മൾ ഈ കുക്കിങ്ങിലേക്ക് എത്തിയത്. പിന്നെ ഈ എല്ലാവരും കൂടിയുള്ള കുക്കിങ്ങിൽ നമ്മളൊക്കെ പോയി ഹെൽപ്പ് ചെയ്യും. അവിടെ ഒരു നമ്മുടെ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, അദ്ദേഹമാണ് ഈ വലിയ ഡിഷൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അത് എനിക്ക് ഇത് ഇളക്കലും പിടിക്കലൊക്കെ ഭയങ്കര താല്പര്യമുള്ള കേസാണ്. എന്ന് വെച്ചാൽ ഒരു സഹായിക്കാവുന്നൊരു മെൻറ്റാലിറ്റി എപ്പോഴും എൻ്റെ മുന്നിലുണ്ടാവും. ഒന്നും കണ്ടു നിൽക്കില്ല, എന്താണ് ഞാനും പോയി ചാടും, അങ്ങനത്തെ ഒരു പ്രകൃതമായിരുന്നതാണ്. അങ്ങനെ നാട്ടിൽ വന്ന് ഒരു ഫോട്ടോസ്റ്റാറ്റ് കട തുടങ്ങി. ഒരു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കട തുടങ്ങി. ആ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. ആ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാനായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനായിട്ട് ഇൻ്റർനെറ്റ് എടുത്തു. അങ്ങനെ യൂട്യൂബിൻ്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കി. യൂട്യൂബിൻ്റെ സാധ്യത നമ്മൾ മുന്നേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ യൂട്യൂബിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി യൂട്യൂബിൽ ചെറിയ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് ഒരു ചാനൽ തുടങ്ങി 2012. അത് ഒരു ചെറിയൊരു എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അത് അടിച്ചു പോയത് ചാനൽ. അതിന് കാരണം ഫേസ്ബുക്കിൽ നിന്ന് ഇവിടെ കിട്ടിയൊരു വീഡിയോ ആണ്. അങ്ങനെ ഞാനത് ഇട്ടപ്പോൾ അത് യൂട്യൂബ് എന്നിട്ട് യൂട്യൂബ് ടേംസ് ആൻഡ് പോളിസിക്ക് വയലേഷൻ എതിരായിരുന്നു, നമുക്കറിയില്ലല്ലോ. അങ്ങനെ ആ ചാനൽ എനിക്ക് ടെർമിനേറ്റ് ആയിപ്പോയി. അത് ഭയങ്കര റീച്ച് ഉണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ. നമ്മൾ റീച്ചിന് വേണ്ടി ഇട്ടല്ല അത്, പക്ഷേ ഞാൻ നമ്മുടെ ആത്മാർത്ഥം നമ്മുടെ ഉള്ളിലൊരിതുണ്ടാവുമല്ലോ. അപ്പം ഒരാൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് എടുത്ത് ഞാൻ ഷെയർ ചെയ്തു. ഞാൻ ഷെയർ ചെയ്തപ്പോൾ എൻ്റെയും പോയി അയാളുടെയും പോയി തോന്നുന്നു. ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാനത് വിട്ടു. 2012 ഇതിൽ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് വിട്ടു. ആരും അപ്പൊ അങ്ങനെ മലയാളത്തിലല്ലേ ഇല്ല, വളരെ പോലും ഇല്ലെന്ന് തോന്നുന്നു ആ ടൈമിൽ. ഇല്ല, എനിക്ക് തോന്നുന്നു ഞാനത് ശ്രദ്ധിക്കാന്നില്ല, എങ്കിലും വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. ഉണ്ടാ. അപ്പം അങ്ങനെ ഞാനത് തുടങ്ങി. പിന്നെ അത് നിർത്തി കുറച്ചു കാലം ഞാൻ ഫോട്ടോസ്റ്റാറ്റ് കടയുമായിട്ട് മുന്നോട്ട് പോയി. ഏകദേശം 2014 വരെ ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ 2014 അങ്ങനെ എനിക്ക് ഒരു തോന്നല്, ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, ഇതുപോലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാകണം എന്നൊരു തോന്നല്. അങ്ങനെ 2014 കോയമ്പത്തൂർ ബേസ് ചെയ്തിട്ടൊരു കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ബ്രാൻഡഡ് അല്ലാത്ത ഷൂ മാത്രം വിൽക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ ഷൂവും ബാഗ്സും. അന്ന് ഭയങ്കര സ്ട്രഗിളിംഗ് അല്ലേ, നമുക്കിത് കച്ചവടം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളിംഗ് ആണ്. ഈ ഓൺലൈനിൽ പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ. അതിന് ഒരു വർഷം ഞാനത് തുടർന്നു. 2015 ഒരു പകുതി വരെ തുടർന്നു. 2015 പകുതി ആയപ്പോൾ ഞാനിത് വേറൊരാൾ സെയിൽ ചെയ്തു. ഇത് സ്ട്രഗിൾ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ സെയിൽ ചെയ്തു. അന്ന് എനിക്ക് വെബ്സൈറ്റും കാര്യങ്ങളും ഇതേപോലെ തന്നെ ഇ-കൊമേഴ്സും പരിപാടിയൊക്കെ ഉണ്ടായിട്ട് അന്ന് 2014 പരിപാടിയൊക്കെ പരീക്ഷിച്ച ആളാണ് ഞാൻ. പിന്നെ അന്ന് എനിക്ക് കുറച്ച് പൈസ അതിനകത്ത് നഷ്ടമുണ്ടായിരുന്നു. ഈ മറ്റേ ഷൂവിൻ്റെമായിട്ട് ബന്ധപ്പെട്ട കച്ചവടത്തിൽ കുറച്ച് നഷ്ടമുണ്ടായിരുന്നു. ഈ ഷൂവിൻ്റെ പരിപാടി ഞാൻ ഇ-കൊമേഴ്സ് തുടങ്ങിയപ്പോൾ എനിക്ക് യൂട്യൂബും കാര്യങ്ങളും കൂടുതൽ അടുപ്പത്തിലായി. ഞാൻ ഫേസ്ബുക്കൊക്കെ ഭയങ്കര അടുപ്പത്തിലായി. കാരണം ഇതിന് പരസ്യം ചെയ്യണം, വിൽക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സാധ്യതകൾ എനിക്ക് കൂടുതൽ മനസ്സിലായി. 2012 വിട്ട കേസ് തിരിച്ചു പിടിക്കാനുള്ളൊരു സാധ്യത കിട്ടി. അങ്ങനെ ഒരു സാധ്യത കിട്ടിയപ്പോഴാണ് ഞാൻ ഇത് വിൽക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. പിന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച് അങ്ങനെ വന്നതാണ്. അങ്ങനെ അവിടുത്തെ കമ്പ്യൂട്ടർ എടുത്ത് വീട്ടിൽ വന്നിരുന്ന് റൂമിലിരുന്ന് 2015 സ്റ്റാർട്ട് ചെയ്ത കേസാണ്. 14-15 കാലഘട്ടങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത കേസാണ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും എടുത്ത് വോയിസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇതുപോലെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഈ വോയിസിനെ മുഴുവൻ അതിന് പറ്റിയൊരു ആംബിയൻസിലേക്ക് വീഡിയോ ഒക്കെ ചിത്രീകരിക്കും, ഫോട്ടോസൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ ചിത്രീകരിച്ച് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യും. അങ്ങനെ പോസ്റ്റ് ചെയ്ത് ഒരു മാസം കൊണ്ട് തന്നെ അത് വൈറലാകാൻ തുടങ്ങി. യൂട്യൂബിൽ ആളുകൾ കാണാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ഒരു മാസം കഴിഞ്ഞ് എനിക്ക് ഒരു 8,000 സംതിങ് എന്തോ രൂപ, 8,400 സംതിങ് എന്തോ, അന്ന് ഡോളറുമായിട്ട് ബന്ധം ഒരു 100 ചില്ലർ ഡോളർ, അന്ന് 60 രൂപ എന്തോ വരുന്നു ഡോളറിന്. അങ്ങനെ ആ പൈസ വന്നു. ആ പൈസ വരാനായിട്ട് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൈസ എവിടെ നിന്ന് വാങ്ങിക്കും എന്താണെന്നുള്ള അറിയില്ല. അപ്പോൾ ഞാൻ 1-2 യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന 1-2 ആളുകളെ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് പറഞ്ഞു തരാൻ അവരുടെ സമയത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കും പറഞ്ഞു തരാൻ അവർക്ക് ഞങ്ങൾക്കൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഫോൺ കട്ട് ചെയ്തു. പിന്നെ ഞാൻ ആരെയും സംസാരിക്കണം, വിളിക്കാനൊന്നുമില്ല. അന്ന് രതീഷ് ആർമേനൊക്കെ ഉണ്ട് യൂട്യൂബിൽ 2014-15 കാലഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ അദ്ദേഹത്തിനാണ് വിളിക്കാൻ നമുക്കൊരു പേടി. മനസ്സിലായി. വലിയൊരാളല്ലേ നമ്മൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മമ്മൂട്ടി മോഹൻലാലിനെ കാണും പോലെയാണ് രതീഷ് ആർമേനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രതീഷ് ആർമേനാണ്, പിന്നെ അതുപോലെ ഈ ആളുകളെയൊക്കെ. അപ്പോൾ വിളിക്കാനൊക്കെ ഒരു ഭയം. പിന്നെ ഞാൻ എൻ്റെ ഒരു പഴയ തമിഴ്നാട് നിന്ന് കിട്ടിയ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, ഈ ഗവൺമെൻറ് സർക്കാർ കൊടുത്തൊരു ലാപ്ടോപ്പ്. ആ ലാപ്ടോപ്പ് ഒരെണ്ണം പഴയത് ഞാൻ സംഘടിപ്പിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ അതുകൊണ്ട് ബാങ്കിൽ പോയിട്ട് ബാങ്ക് മാനേജർ ഞാനൊക്കെ കൂടി ഇരുന്നിട്ടാണ് ഈ സംഭവം ശരിയാക്കുന്നത്. അന്ന് അറിയില്ല, ബാങ്ക് മാനേജർ ഇവർക്കും അറിയില്ല എന്താ സംഭവം എന്നുള്ളത്. എന്നിട്ട് ആ 8,400 രൂപ വരാനായി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പൈസ അവിടെ യൂട്യൂബിൽ കാണിക്കുന്നത്, മറ്റേ നമ്മുടെ ആഡ്സെൻസിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയില്ല പൈസ. അല്ല, സംഭവം അവർ ട്രാൻസ്ഫർ ചെയ്തു. ഈ നമ്മൾ ബാങ്കിൻ്റെ പരിപാടിയൊക്കെ ചെയ്തപ്പോൾ ട്രാൻസ്ഫർ ചെയ്തു, പക്ഷേ എനിക്ക് വന്നില്ല. അങ്ങനെ ഞാൻ ഈ പൈസ വാങ്ങിക്കാനായിട്ട് ബാങ്കിൽ പോയി ചോദിച്ചു. പിന്നെ 21-ാം തീയതി മുതൽ 24 ട്രാൻസ്ഫർ ചെയ്യും, 25-നകത്ത് നമ്മുടെ ക്രെഡിറ്റ് ആവുന്നതാണ് അവരുടെ ടേംസ് ആൻഡ് പോളിസി. അങ്ങനെ ബാങ്കിൽ പോയി കുറേ നേരം ഇരുന്നു. ബാങ്കിൽ പോയി ഇരുന്ന് മാനേജറിനെ കണ്ട് സംസാരിച്ചു. അങ്ങനെ പൈസ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ ചെക്ക് ചെയ്ത് പറഞ്ഞു ഫിറോസെ വന്നിട്ടില്ല, അങ്ങനെയാണ് സംഭവം പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചത് കിട്ടില്ല, അതും പോയി. അങ്ങനെ ലക്ഷ്യങ്ങളെല്ലാം അവസാനിച്ചു. ഇനി വേറെ എന്തെങ്കിലും മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. എന്തിനും ഞാൻ തയ്യാറാണ്, വർക്ക് ചെയ്യാനാണ്. ഞാൻ വെൽഡറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. വർക്ക് ചെയ്യാൻ ഇപ്പോഴും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാനിപ്പോഴും വീട്ടിലൊക്കെ പറയും, ഞാൻ ഭാര്യയോടൊക്കെ പറയും, ഞാനിനി മീൻ പിറ്റിലാണ് ജീവിക്കും. എനിക്ക് ജീവിക്കാൻ പഠിച്ചവൻ കൈയും കാലൊന്നും മുടക്കൂല്ലെങ്കിൽ നമ്മൾ പഠിച്ചവൻ്റെ ഇതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചു, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ആഡംബര ജീവിതം വലിയ സംഭവങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഉള്ളത് കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഞാൻ എപ്പോഴും വില്ലിങ് ആണ്. അങ്ങനെ ഞാൻ അന്ന് ആ മറ്റേ പൈസ കിട്ടാതെ ഞാൻ എൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കടൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു കടയിൽ, ഒരു ചേച്ചിയുടെ കടയുണ്ട്, അവിടെ 25 രൂപയ്ക്ക് ഊണ് കിട്ടും. ആ ഒരു ഊണൊക്കെ കഴിച്ചിങ്ങനെ എൻ്റെ മൊബൈൽ ഇങ്ങനെ ഞാൻ വെച്ചിരിക്കാം. അപ്പോൾ 25 രൂപയ്ക്ക് ഊണൊക്കെ കഴിച്ച് ഏകദേശം ഊണ് കഴിയാനായി. അപ്പോഴാണ് ഫോണിലൊരു മെസ്സേജ് വരുന്നത്. അങ്ങനെ ഞാനങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ മുന്നിൽ.
അങ്ങനെ മെസ്സേജ് ഇങ്ങനെ വന്നപ്പോൾ പൈസ ഇങ്ങനെ ആ അക്കൗണ്ടിൻ്റെ ഒരു സാധനം ഭയങ്കര സംഭവം. ഇന്ന് ഞാൻ വിശ്വാസമില്ലാതെ ഞാൻ എടുത്തു, ഫോണെടുത്ത് കയ്യിലൊക്കെ തപ്പി നോക്കി. അങ്ങനെ പെട്ടെന്ന് ഈ 3 കൈകളൊക്കെ നിർത്തി ഇത് വന്നോ അറിയണ്ടേ. ആ ഒരു ആകാംക്ഷയിൽ പോയി ബാങ്കിൽ പോയി ചോദിച്ചപ്പോൾ പൈസ വന്നിട്ട് ഫിറോസെ പറഞ്ഞു. ഈ ബാങ്ക് മാനേജറായിട്ട് എങ്ങനെ ഞാൻ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റ് ബാങ്കിലേക്ക് ഞാൻ എടുത്തു കൊടുക്കായിരുന്നു. അതുകൊണ്ടാണ് ഈ ബാങ്ക് മാനേജറായിട്ട് ഞാൻ ബന്ധം. ആ ബന്ധം കൊണ്ടാണ് നമുക്ക് ശരിയാക്കി തന്നത്. അങ്ങനെ പൈസ വന്ന് വളരെ സന്തോഷമായി. നേരൊരു കടയിൽ പോയി കുറേ ലഡ്ഡുവും ജിലേബി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവർക്കാണ് ആദ്യം കൊടുത്തത്. അവർക്ക് ഞാൻ ആദ്യം കൊടുത്തു. അങ്ങനെ അതിലവർക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അങ്ങനെ ആ യാത്ര അങ്ങോട്ട് മുന്നോട്ട് പോയി. അന്ന് വീട്ടിൽ ഇപ്പോൾ ഭാര്യയൊക്കെ പറയും ഈ ചെറിയ പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. 8,000 രൂപ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വെൽഡറാണ്. അന്ന് എനിക്കും ഒരു 10, 20,000, 25,000 രൂപ വരുമാനമുള്ളൊരു കാലഘട്ടമുള്ള അപ്പോഴാണല്ലോ 8,000 രൂപയ്ക്ക് നമ്മൾ പണിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഭാര്യയോട് ഇത് ഞാൻ 1 ലക്ഷം ആക്കും, ഈ പൈസ ഞാൻ 1 ലക്ഷം ആക്കും. എനിക്കൊരു 1 ലക്ഷം റുപ്യൊക്കെ നമുക്കൊരു മാസം കിട്ടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ നമ്മളൊരു 30,000, 20,000, 30,000 കിട്ടുന്ന ഒരാൾക്ക് 1 ലക്ഷം രൂപ പറഞ്ഞ വലിയ കാര്യമല്ലേ. അങ്ങനെ 2ാമത്തെ മാസം ഞാൻ ഫുള്ള് പണിയാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല. എൻ്റെ ജോലി സമയം മുഴുവൻ ഞാൻ ഇത് എഡിറ്റിങ്ങും പരിപാടിയും റെക്കോർഡിങ്ങും ഇതൊക്കെ ആയിട്ട് ചെയ്ത് 2ാമത്തെ മാസം എനിക്ക് 40,000 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊന്ന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മാഹിനെ, സത്യത്തിൽ ഇങ്ങനെ റെക്കോർഡ് നമ്മളിപ്പോൾ സംസാരിക്കണ്ടല്ലോ, ഈ ഇത്രയും നേരം നമ്മൾ നിർത്താതെ സംസാരിക്കാൻ ഒരാളായിരുന്നില്ല ഞാൻ. ഇങ്ങനെ ആയതെങ്ങനെ അറിയോ, ഈ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. സ്ക്രിപ്റ്റ് നമ്മൾ ഓൺലൈനിൽ നമ്മൾ നിർക്കും. ഈ സ്ക്രിപ്റ്റിനെയാണ് നമ്മൾ കഥയാക്കുക. ആ കഥനെയാണ് നമ്മൾ വീഡിയോ ആക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ ഈ സ്ക്രിപ്റ്റ് ചിലപ്പോൾ 10 മിനിറ്റൊക്കെ വായിക്കേണ്ടി വരും. അന്ന് എനിക്ക് ഈ സ്ക്രിപ്റ്റ് കട്ട് ചെയ്യാൻ എനിക്കറിയില്ല. സ്ക്രിപ്റ്റ് എനിക്ക് കട്ട് ചെയ്യാൻ അറിയില്ല. അപ്പം അപ്പോൾ ഇങ്ങനെ 10 മിനിറ്റ് വായിക്കുമ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് അതിലൊരു ശബ്ദം ഉണ്ടാക്കാം. അപ്പോൾ ഇത് കട്ടാവും. പിന്നെയും ഫസ്റ്റ് തൊട്ട് വീണ്ടും വായിക്കണം. അങ്ങനെ സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ച് ഒരു കഥയാക്കാൻ വലിയ പണിയായിരുന്നു. ഇന്ന് പിന്നെ കട്ടിങ്ങും പരിപാടി. പിന്നെ ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടു. പക്ഷെ മറ്റു മേഖലയിലൊക്കെ ഞാൻ ടെക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഈ ഒരു മേഖലയിൽ എഡിറ്റിങ്ങും കട്ടിങ്ങും പരിപാടിയൊന്നും എനിക്ക് കാര്യമായിട്ടൊരു ബന്ധമില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇതെങ്ങനെ എന്താ ചെയ്യുന്നത്, അങ്ങനെ സ്വന്തമായിട്ട് ഞാൻ തന്നെ ഓൺലൈനും ഗൂഗിളും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് സ്വന്തമായി കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ഇത്രയും സിമ്പിളായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അന്ന് വരെ ഞാൻ സ്ട്രഗിൾ ചെയ്ത് പറഞ്ഞാൽ 10-15 മിനിറ്റ് വീഡിയോ ഉണ്ടില്ല, 15 മിനിറ്റ് ഞാൻ നിർത്താതെ സംസാരിക്കും. മനസ്സിലായി. എന്ന് വെച്ചാൽ കട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനില്ല. പിന്നെ വളരെ ക്ലിയർ ആയിരിക്കണം, ഓരോ വാക്കുകളും ക്ലിയർ ആയിരിക്കണം. അങ്ങനെയൊക്കെ ആയിപ്പോൾ മാഹിൻ്റെ മുന്നിൽ നമ്മൾ ക്ലബ് FM വരെ എത്തി. അടിപൊളി. 2012 ഗൾഫിലായിരുന്നു. അവിടെ 5 വർഷം വർക്ക് ചെയ്തു. 12 വരെ, 7 മുതൽ 12 വരെ. 2012 5 വർഷം ഗൾഫിലായിരുന്നു. അവിടുത്തെ പണി നിർത്തിയിട്ട് നേരെ ഇവിടെ വരുന്നു. വേറെയും കുറച്ച് പരിപാടികൾ ചെയ്യുന്നു, അതും നിർത്തുന്നു, നേരെ യൂട്യൂബിലേക്ക് വരുന്നു. യൂട്യൂബ് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയി. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു 5 വർഷം ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ യൂട്യൂബിൽ മാത്രമേ 8 വർഷം കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫൈനലായിട്ട് ഇതാ ഒരു വീഡിയോ കണ്ടിരിക്കുകയാണ്, ഐ എം ക്വിറ്റിംഗ് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട്. യൂട്യൂബ് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പോകുന്നു. അപ്പോൾ ഈ ജോലികളൊക്കെ നിർത്തിയ പോലെ യൂട്യൂബും കംപ്ലീറ്റ് ആയിട്ട് ഒക്കെ നിർത്താൻ പോകണം? അല്ല, അങ്ങനെയല്ല. 2018 മുതലല്ല, 15 ശേഷം ഫുൾ ആക്റ്റീവാണ്. 12 മുതൽ നമ്മൾ യൂട്യൂബിനകത്തുണ്ട്. നിർത്തുന്നു എന്ന് അല്ല, കുറച്ച് ബിസിനസ്സിലേക്ക് എന്ന് വെച്ചാൽ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണം. കാലഘട്ടത്തിനനുസരിച്ച് നമ്മളെ കുറേ ആളുകൾ കണ്ടു കഴിഞ്ഞു. ഇനി പുതിയൊരാളായിട്ട് നമ്മൾ കാണാൻ ആളുകൾ താല്പര്യപ്പെടും. ആ പുതിയ രൂപത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആളുകൾക്ക് വീണ്ടും ക്യൂരിയോസിറ്റി കൂടും. നിർത്തില്ല. കാരണം യൂട്യൂബ് ഞാൻ ഒരിക്കലും നിർത്തില്ല. യൂട്യൂബ് ആയതുകൊണ്ട് ഞാൻ നിർത്തില്ല എന്നുള്ളതല്ല, ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് തുടരുന്നൊരു താല്പര്യമുള്ളത് കൊണ്ടാണ്. കാരണം ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരം അതാരും പാഴാക്കില്ലല്ലോ. ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇപ്പം ഞാൻ ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നതെല്ലാം എന്തിനാ, ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്, നമ്മുടെ ശരീരത്തിന് ലഭിക്കേണ്ടത് ഉള്ളി ഭക്ഷണം. നമ്മൾ ജീവിക്കാൻ നമുക്ക് ആഹാരമാണ് പ്രധാനം. അതെനിക്ക് കൊടുക്കാൻ ഭയങ്കര താല്പര്യപ്പെടുന്ന ഒരാളാണ്. അതിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്കാണെങ്കിലും, ഇനിയിപ്പോൾ നമ്മുടെ ഒരു ഓർഫണേജ് നമ്മളെന്നും പോണത്, ആ ഓർഫണേജിലൊക്കെ മാഹിനൊരു ദിവസം പറ്റുകയാണെങ്കിൽ വന്നാൽ അറിയാം. ഞാനവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ആ ആറ്റിറ്റ്യൂഡ്. അത് ആരാ പ്രചോദനം തന്നെ ഇങ്ങനെ ഓർഫനേജിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അത് ഞാൻ ആദ്യം കുറച്ചാണല്ലോ നമ്മൾ കുക്ക് ചെയ്തത്. കുറഞ്ഞ ക്വാണ്ടിറ്റികളാണ് നമ്മൾ കുക്ക് ചെയ്തത്. പക്ഷേ ഈ കുറഞ്ഞ ക്വാണ്ടിറ്റി കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. വലിയ ക്വാണ്ടിറ്റി കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് എന്ത് ചെയ്യും, ഈ ഭക്ഷണം എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ കുറേ ഓർഫണേജുകൾ അന്വേഷിച്ചു. ആദ്യം നമ്മളൊരു ഓർഫണേജ് അല്ല, ഒരു ചെറിയൊരു ചാരിറ്റി പോലെ ഈ അമ്മയച്ഛനൊക്കെ വയസ്സായ ആളുകളെ കൊണ്ട് ആക്കുന്നൊരു പരിപാടിയില്ലേ, അവിടെയായിരുന്നു ഞാൻ ആദ്യം പോയത്. അപ്പോൾ അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇത് തോന്നില്ല. കാരണം അവിടെ നിന്ന് ഇപ്പോൾ ഒരാക്കി അവർ നോക്കാനുള്ള പൈസ എന്ന് വെച്ചാൽ ആക്കണ കൊണ്ട് വിടുക എന്നുള്ളതല്ല കേട്ടോ. ചിലപ്പോൾ ഗൾഫിലും അവിടെ ഇവിടെ കാര്യമുള്ള ആളുകൾ ചിലപ്പോൾ നോക്കാൻ അവരുടെ ശരീരത്തിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ്, അല്ലാതെ തെറ്റിദ്ധരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ആരെങ്കിലും മക്കൾ കൊണ്ട് ആക്കിയതിനുള്ള കോൺസെപ്റ്റിലല്ല ഞാൻ പറഞ്ഞത്, പ്രത്യേകിച്ച് പ്രേക്ഷകരോട്. കാരണം എന്താ, അങ്ങനെ നമ്മൾ പറഞ്ഞതിന് മോശമല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ പോയപ്പോൾ എനിക്ക് തോന്നിയത് അവിടെ പൈസ അവർക്ക് കിട്ടുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് എനിക്ക് പോകണം.
അങ്ങനെ അതിൻ്റെ അന്വേഷണം തുറന്നു. കുറേ ഓർഫനേജുകൾ ഞാൻ അവിടെ നാട്ടിലുള്ളവരൊക്കെ പോയി. അങ്ങനെ ഒരു പാസ്റ്റർ, ഒരു അച്ഛൻ നടത്തിയ ഒരു ഓർഫനേജ് ഞാൻ കണ്ടുപിടിച്ചു. അവിടെ ഒരു 150-ൽ പരം ആളുകൾ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള ആളുകളെ അവിടെ ഉള്ളൂ. പക്ഷേ 60 വയസ്സ് 70 വയസ്സ് 80 വയസ്സുള്ള ആളുകളുണ്ട്. എന്ന് വെച്ചാൽ 18 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾ അവിടെ മരിക്കോളം അവർ അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. ഭക്ഷണം കൊടുക്കാൻ അതിന് ഇതിനൊക്കെ ആയിട്ട് സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഒരു അച്ഛൻ നടത്തിയ ഒരു സംഭവം ഞാൻ കണ്ടെത്തി. അതിലെനിക്ക് ഭയങ്കരമായി തോന്നിയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ 60 വയസ്സായ ആളാണെങ്കിലും 3 വയസ്സായ ആളുകളുടെ അല്ലെങ്കിൽ 2 വയസ്സായ 4 വയസ്സായ ഈ കുട്ടികളുടെ ആക്ടിവിറ്റി ആയിരിക്കും. അപ്പം ഞാനിപ്പോഴും പോകുന്നത് അവിടെ കുട്ടികളെന്നാണ് പറയുക, പ്രായമുള്ള ആളുകളെ കുട്ടികൾ. അങ്ങനെ എനിക്ക് ഓർഫനേജ് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ ഫുഡ് കൊടുക്കാൻ അവിടെ തയ്യാറായി. പിന്നെ അവരുടെ ആക്ടിറ്റ്യൂഡും കാര്യങ്ങളും എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഫുഡ് കൊടുക്കാനായിട്ട് തീരുമാനിച്ച് അങ്ങനെ പോയതാണ്. പക്ഷേ ഇന്ന് ഞാനും ആ ഓർഫനേജൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. കാരണം ആ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ ഒരു അച്ഛൻ വരുമ്പോഴുള്ള മക്കളുടെ ഒരു സന്തോഷം എന്തോ മുട്ടായി കൊണ്ടുവരുന്ന പോലെ. അപ്പോൾ ഞാനിപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ ഫിറോസ്ക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കൊണ്ടുവരും. അത് ഭയങ്കര ഒരു ഫീലാണ്. ഇക്ക ഈ എപ്പോഴെങ്കിലും ഇപ്പം നമ്മൾ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നമുക്ക് ചിലപ്പോൾ മടുത്തേക്കാം. ചിലപ്പോൾ പ്രഷർ കാരണമായിരിക്കാം, ചിലപ്പോൾ സാഹചര്യങ്ങൾ എന്തെങ്കിലും ആവാം. ഇക്കാക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിർത്താം യൂട്യൂബ് എന്ന് പറയുന്ന സാധനം മനസ്സിലെവിടെയെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? മടുപ്പുണ്ടാവും. മടുപ്പ് മനുഷ്യനല്ലേ, എന്തെങ്കിലും കുറച്ചൊക്കെ മടിയുണ്ടാവും. മടിയന്മാരാണ് നമ്മൾ, കുറച്ചൊക്കെ ചിലതൊക്കെ മടിക്കും. വ്യൂസ് കുറഞ്ഞത് കൊണ്ടാണോ അങ്ങനെ? അല്ല, അങ്ങനെ മടുപ്പ് അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. വ്യൂസ് ഇപ്പോൾ കുറവായിട്ടൊന്നുമില്ല. കാരണം ആളുകൾ ഈ റീൽസിലേക്ക് പോയതേ ഉള്ളൂ. അല്ലാതെ റീൽസ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇട്ട് നല്ല റീൽസാണ്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലാണ് നമുക്ക് വരുമാനമില്ല. നമ്മുടെ ഈ ചിലവ് ഇതുമായിട്ട് ഒക്കില്ല. അത് നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങുന്നതും എക്സ്പെൻസും കാര്യങ്ങളായിട്ട് ഒക്കാത്തതുകൊണ്ട് നമ്മൾ റീൽസിലേക്ക് അങ്ങോട്ട് കാര്യമായിട്ട് ശ്രദ്ധ ചെലുത്തുന്നില്ല. പക്ഷെ മടി ഇടയ്ക്ക് വരാറുണ്ട്. പിന്നെ ചെയ്യാന്നുള്ളൊരു മടി. അല്ല, മടുപ്പായിട്ടില്ല എനിക്ക്. മടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഈ ഭക്ഷണം കൊടുക്കുന്ന എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കേസായതുകൊണ്ട് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളൊരു താല്പര്യം ഉള്ളതുകൊണ്ട് അതെനിക്ക് മടുപ്പായിട്ട് വരുന്നില്ല. മടിയിലാവും, ഇടയ്ക്ക് മടിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഈ കാണുന്നവരൊക്കെ എല്ലാവർക്കും വാക്ക് കൊടുക്കാമോ? ഇക്ക ഉള്ള ദിവസങ്ങളിലൊക്കെ യൂട്യൂബിൽ നമുക്ക് ഇക്കയുടെ വീഡിയോസ് കാണാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്നതിന് നമ്മൾ ചെയ്യും. പിന്നെ ഇങ്ങനത്തെ പല കാര്യങ്ങളായി പോകുമ്പോൾ എന്തെങ്കിലും കുറഞ്ഞാലും നമ്മൾ ചെയ്യും. വീഡിയോ കുറവാക്കുകയാണെങ്കിലും കൂടെ നമ്മളത് ചെയ്യും. വീഡിയോ കുറവാക്കിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസും ക്വാളിറ്റി ഉള്ള പരിപാടിയും ചെയ്യാന്നുള്ളതാണ്. കുറേയധികം വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. അതിൽ 100 മില്യൺ അടിച്ച വീഡിയോസ് ഉണ്ട്, 20 മില്യൺ ഉണ്ട്, 40 മില്യൺ ഉണ്ട്, 50 മില്യൺ ഉണ്ട്. കുച്ചി ഐസ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ് 100 മില്യൺ അടിച്ചത്. ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് അതിനായിരുന്നു. 100 മില്യൺ മുകളിൽ. അതിന് വലിയ ചിലവുകളൊന്നുമില്ല. പക്ഷേ അല്ലേ, അങ്ങനെ നോക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ, ഇത്രയും മില്യൺ വ്യൂസ് ഇങ്ങനൊരു സംഭവം? ഇല്ല, അങ്ങനെയില്ല. സംഭവം ഈ ഐസ് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റെ മറ്റേ ചാനലിലുള്ള ആളുകളെന്ന് പറഞ്ഞാൽ ഒരു 20 വയസ്സ് 25 വയസ്സിന് മുകളിലുള്ള 35 വയസ്സ് ഇടയിലുള്ള ആളുകളാണ് കൂടുതൽ നമുക്കുള്ളത് ഫോളോവേഴ്സായിട്ട്. അപ്പോൾ ഇവർക്ക് ഇതൊന്നും പറ്റില്ല. കാരണം ഈ ഐസ് എന്ന് വെച്ചാൽ ആ കാലഘട്ടം കടന്നല്ലോ. പക്ഷെ നമ്മുടെ മനസ്സിൽ ആ കുട്ടിക്കാലവും കൂടെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന വീഡിയോകളാണ് ചോക്ലേറ്റ്, ഐസ്ക്രീം, മുട്ടായി പരിപാടികളൊക്കെ. അത് ആ മക്കൾക്ക് മാത്രമുള്ളതാണ്. പക്ഷെ ആ മക്കൾ ഭയങ്കര സംഭവം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മളോട് തിരിച്ച് കാണിക്കും. അത് ഭയങ്കര റീച്ചായി കളയും. അങ്ങനെ തുടങ്ങി നമ്മൾ അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ അത് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഇവിടെ വേവിക്കാൻ പറ്റാത്ത ഫുഡൊക്കെ പുറത്തു പോയി വേവിക്കാറുണ്ട്. അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒട്ടകപ്പക്ഷി ഒന്ന്, പിന്നെ ഒട്ടകം ഒന്ന്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാമ്പ്, മുതല, കുറേ ഐറ്റംസ്. പക്ഷെ ഇതൊന്നും ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യില്ല, ബാക്കിയുള്ളവർക്ക് വാരി കൊടുക്കുകയും ചെയ്യും. ഇവിടെ ഉള്ളതൊക്കെ കാള, അതുപോലെ തന്നെ ചിക്കൻ, ഇതിന്റെ ഐറ്റംസ് ഒക്കെ കഴിക്കും. അവിടെ പോയിട്ട് ബാക്കിയുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതെന്താ ട്രൈ ചെയ്ത് നോക്കാത്ത? ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മൾ കഴിക്കാത്തൊരു ഭക്ഷണമായതുകൊണ്ട് പക്ഷെ അവരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കഴിക്കുന്ന സാധനങ്ങൾ. നമ്മളിപ്പോൾ സ്നേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇന്തോനേഷ്യയിലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കഴിക്കണം. കാരണം അവർ കഴിച്ച് ശീലിച്ച ഭക്ഷണങ്ങളാണ്. നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായി. ഇക്ക ഈ ഓസ്ട്രിച്ച് അതുപോലെ തന്നെ മുതല കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, മുതല ചെറിയൊരു കഷ്ടം ടേസ്റ്റ് നോക്കി. ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചിക്കന്റെ ഫീൽ തന്നെയാണ്. ഈ ഓസ്ട്രിച്ച് ഒക്കെ കഴിക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ? ഓസ്ട്രിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എൻ്റെ ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ടേസ്റ്റ്. മീറ്റൊക്കെ നല്ല സ്ട്രോങ് ആണ്, നല്ല തുടയൊക്കെ മീറ്റൊക്കെ നല്ല സ്ട്രോങ് ആണ്. പക്ഷേ ഇപ്പം നമ്മൾ മാന് നമ്മൾ ദുബായിൽ വെച്ച് നമ്മൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ത് കറി വെച്ചാൽ നമ്മൾ പോത്തിനോളം വരില്ല. ആണല്ലേ? പോത്തിനൊരു രുചി പറയാം. ഇക്ക എപ്പോൾ ആ വീഡിയോ ഇട്ടാലും വൈറലാണ്. ഇനി ഞാനത് റിപ്പീറ്റ് മോഡിൽ ഷൂട്ട് ചെയ്തിട്ടാലും അത് വൈറലാണ്. അങ്ങനത്തെ ഒരു ഡിഷ് ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ഇനിയും റിപ്പീറ്റ് ചെയ്ത് വൈറലാണ് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് ചിക്കൻ കൊണ്ടാണ്. ചിക്കൻ്റെ ജീവിതം നമ്മുടെ കുക്കിങ്ങുമായി പോവുകയാണ്. അപ്പം ചിക്കൻ എപ്പോൾ വെച്ചാലും എന്ത് വെച്ചാലും അത് വൈറലാവും. കോഴിയോട് ഒരു ഇഷ്ടമുണ്ട്. അല്ല, കോഴിയോട് നമ്മൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ല ചിക്കൻ. കോഴിയോട്
ഒരു അഫോർഡബിൾ ഫുഡാണത്. കോഴി എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ ആയിട്ട് എല്ലാവരും കഴിക്കാനുള്ളൊരു സംഭവം. അതിനെന്താണ് വെറൈറ്റി എന്നുള്ളതാണ് ആളുകൾ കൂടുതൽ കണ്ടെത്തുക. അപ്പോൾ അതിനനുയോജ്യമായി നമ്മൾ വീഡിയോ കൊടുക്കുക എന്നുള്ളതാണ്. മറ്റ് ബീഫൊക്കെ നമുക്ക് വിലയില്ലേ, ഇപ്പോൾ 500 രൂപയോളം ബീഫിനൊക്കെ, മട്ടനാണെങ്കിൽ 1000 രൂപയോളമായി, കോഴി 150 രൂപയ്ക്ക് ഇപ്പോഴും ഉണ്ട്, ഞങ്ങളുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ജീവിക്കാം. അതുകൊണ്ടാണ് ചിക്കനിൽ കുറച്ച് വെറൈറ്റികൾ കൂടുതൽ. കാരണം ഓഡിയൻസ് എല്ലാവരിലേക്കും എത്തുക, എല്ലാവരും കഴിക്കാനുള്ള, എല്ലാവർക്കും കഴിക്കാനും ഉണ്ടാക്കാനും പറ്റുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കുറേ അധികം ഫിഷിൻ്റെ ഡിഷ്, ചിക്കൻ, കാള, ഒട്ടകപ്പക്ഷി, ഒട്ടകം, ഇങ്ങനെ കുറേ നിരവധി സാധനങ്ങളൊക്കെ ഇക്കയുടെ ചാനലിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മയിലിന്റെ ചാപ്സ് ആയിരുന്നു, അത് കറിയായിരുന്നു. മയിലിനെ കുറിച്ച് ഒന്നും പറയരുത്. സംഗതി എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നമുക്ക് ഒരു ട്രാവൽസ് ഏജൻസി നടത്തുന്ന ഒരു സുഹൃത്ത് നമ്മളുണ്ട്. അദ്ദേഹം ആണ് നമ്മളെ മാനിന് കറി വയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമത്തെ ഒരു പ്രൊമോഷൻ വേണം. ഇപ്പം മാനെന്ന് പറഞ്ഞാൽ വൻ വൈറലായി, സംഭവം വൈറലായി കത്തി. ഈ ചെറിയൊരു കുഞ്ഞു ട്രാവൽസാണ് നമ്മുടെ ഈ 90 FM-ന്റെ 94.3 പോലെ, ക്ലബ് FM-ന്റെ ഇതുപോലെ ചെറിയ ഇത്രയല്ലേ ഉള്ളൂ. ഇത് വൈഡാണ്, ഇത് ചെറിയൊരു സ്റ്റുഡിയോ, ഈ സ്റ്റുഡിയോയുടെ അത്രേ ഉള്ളൂ. അതെ അതെ, ഈ ചെറിയ നമ്മൾ പിരിക്കുന്ന സ്റ്റുഡിയോ. അപ്പൊ റൂം തലട്ട സോറി, അല്ല ഞാൻ ചെറിയ റൂം അല്ല, ഇത് വൈഡാണ് സംഭവം. അല്ല കുറച്ചപ്പോഴേ മാഹിനെ ആ ജോലിയോടുള്ള ആത്മാർത്ഥങ്ങൾ വന്നില്ല, പിന്നെ എന്നെ കുറച്ച് കാണുന്നെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു എന്റെ മനസ്സിൽ ഉദ്ദേശങ്ങൾ അതെ, ഉദ്ദേശങ്ങൾ മനസ്സിലായാൽ മതി. അപ്പൊ അങ്ങനെ ചെറിയൊരു ഒരു ട്രാവൽസ് ആണ്. അദ്ദേഹത്തിന് രണ്ടാമത് എന്നെ കൊണ്ടുപോകണം. അപ്പോൾ രണ്ടാമത് കൊണ്ടുപോകണമെങ്കിൽ പഴയ പോലെ വൈറലാക്കണ്ടേ. അപ്പം ഞങ്ങളുടെ ടീമുകളെ കൂടി അവിടെ ഇരുന്നിട്ട്, മുന്നേ നമ്മൾ പറഞ്ഞല്ലോ ഈ പ്ലാനിങ് നടക്കുന്നത്, പ്ലാനിങ് ഞാൻ ഉണ്ടാക്കിയാൽ ഇവർക്കൊക്കെ ഷെയർ കൊടുക്കും. അപ്പം അങ്ങനെ പിടിക്കുന്ന രീതിയിലുള്ള സാധനം അല്ല, ഒരു കത്തണം ഈ സംഭവം, നാള് ഈ ട്രാവൽസ് അറിയണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം മയിൽ ഇത്രയും കത്തുന്നുള്ളൂ ഞാൻ വിചാരിച്ചില്ല. മയിൽ വൻ വിഷയമായില്ലേ, മയിൽ അങ്ങോട്ട് വിഷയമായി. നമ്മളറിയാതെ പല പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച. ഈ പല രാഷ്ട്രീയക്കാരും വന്ന്, ഒരാൾ വന്ന് നീ കറി വെക്കടാന്ന്, ഒരാൾ പറയണത് നിന്നെ വെച്ചാൽ, അങ്ങനെ തുടങ്ങി വൻ പ്രശ്നങ്ങളുണ്ടായി. ഞാനിതൊന്നും അറിയില്ല, ഞാൻ അവിടെ ഇരിക്കരുത്, ദുബായിലിരിക്കണം, ഞാൻ വീഡിയോ ഇട്ട് എൻ്റെ പണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് നാട്ടിൽ നിന്ന് കോള് വരുന്നു, വീട്ടിൽ നിന്ന് കോള് വരുന്നു, ഉമ്മ വിളിക്കുന്നു, ജ്യേഷ്ഠം വിളിക്കണു, എന്തിനാണ് ആദ്യം ഇറങ്ങി തിരിച്ച്. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ ഇറങ്ങി തിരിച്ചു, ഞാനിതുപോലെ മയിലിൻ്റെ കറി. ഇത് എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായിട്ടുള്ള കമ്മ്യൂണിറ്റിയുള്ള ആളുകൾക്ക് അറിയും, ഈ എന്നെ കൊണ്ടുപോയി നൗഷാദക്കാർക്ക് അറിയും. അല്ലാതെ ഈ സംഭവം പബ്ലിക്കിന് അറിയില്ലല്ലോ, പബ്ലിക്കിന് മാത്രം വീട്ടുകാർക്ക് അറിയില്ല. എൻ്റെ ഉമ്മാനോട് ഞാനിത് വലിയ സീരിയസ് ആയിട്ട് നമുക്ക് കണക്കാക്കില്ലല്ലോ. മയിലത്ത് ഞാൻ മാന വെക്കുക, അവരുടെ മാന ഇവിടെ നിന്ന് അവിടെ പോയി വെച്ചു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പം മയിൽ അവിടെ കിട്ടുന്ന സാധനം നമുക്ക് വേണമെങ്കിൽ കറി വെക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഇത്രയും വലിയ വിഷയമാണെന്ന് അറിയില്ല. ഇതങ്ങോട്ടെടുത്ത് അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആളുകൾ നമ്മളെ വെച്ച് മുതലെടുക്കാനുള്ള സംഭവം നടത്തുന്നതാണ്. അത്രയേ ഉള്ളൂ. അതൊരു കാര്യമൊന്നുമില്ല, അങ്ങനെ ഒരു ക്രിയേറ്റ് ആയിരുന്നു ആ സംഭവം. അല്ലാതെ അപ്പം പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴാണ് പിന്നെ അതൊന്നും. അല്ലല്ല, അതല്ല, മയിലിനെ കറി വെക്കാനേ നമ്മൾ പ്ലാനില്ല. മയിലിനെ കറി വെക്കും പോലെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീഡിയോ ഒക്കെ ചെയ്ത് അല്ല വൈറലാക്കാന്നുള്ളൂ. കോഴിനെ കറി വെക്കാം. മയിലിനെ കറി വെക്കാത്തതിന് എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. അത് നമുക്ക് ഈ പ്രായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതല്ലാതെ, അതിൽ ഞാൻ പറഞ്ഞു, കുട്ടികളെ ഞാൻ എപ്പോഴും ഒരു ഇത് കൊടുക്കുന്ന ആളാണ്. കുട്ടികൾക്ക് ഈ മയിൽപ്പീലി ഇതൊക്കെ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ മയിൽപ്പീലി ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ ബുക്കിനും മടിയിലൊക്കെ ഇതൊക്കെ പ്രസവിക്കാൻ വേണ്ടി വിരിയെന്ന് പറഞ്ഞിട്ട് വെക്കുന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോയ്ക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിക്കാനുള്ള കാരണം, ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഞാനൊരു ക്രൂരനായി മാറാനുള്ള സാധ്യത എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണത് മാറ്റുന്നത്. അല്ലാതെ നമ്മൾ ഭാര്യ പേടിച്ചിട്ട് വലിയ മയിലിൻ്റെ കറി. ഇപ്പം നമ്മൾ ഒരുപാട് ആളുകൾ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തന്നെ പോയി മതിലിനെ പോയി വെടിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പം അത് ആ ഒരു രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് അത് ഇത്രയും നിഷ്കളങ്കമായിട്ട് ചിന്തിച്ചുകൊണ്ട് വേണ്ട എന്ന് വെച്ചു. അതുകൊണ്ട് അനാക്കൊണ്ട പിടിച്ച് കറി വെച്ച്. അനാക്കൊണ്ട പിടിച്ച് അത് ഭീകരജീവിയല്ലേ. അനാക്കോണ്ടെന്ന് പറഞ്ഞ് ഭീകരജീവി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, അനാക്കോണ്ട കുട്ടികൾക്ക് ഇഷ്ടമല്ലല്ലോ, പേടി സാധനമാണ്, പേടി സ്വപ്നമല്ല. മയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടായിട്ടൊരു ജീവിയാണ്. അതിലുപരി അതൊരു ദേശീയ പക്ഷിയാണ്. നമ്മളത് ചെയ്യണത്, ഞാൻ ഈ നാട്ടിൽ ഇരിക്കുന്നിടത്തോളം നമ്മൾ ഒരു വേറൊരു നാട്ടിൽ എവിടെ പോയി ചെയ്യണതും അതൊരു മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യൻ്റെ ദേശീയ പക്ഷി അറിയപ്പെടുന്നൊരു സാധനം. എല്ലാ വീഡിയോയിലും നമ്മൾ കാണുന്നത് ഇക്ക ഉണ്ടാക്കുന്ന ഫുഡ് ഇക്ക തന്നെ കഴിച്ച്, ഇക്കയുടെ കൂട്ടുകാർ കഴിച്ച് അടിപൊളി സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല വീഡിയോയിൽ. എപ്പോഴെങ്കിലും ഉണ്ടാക്കിയ ഫുഡ് ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവസാനം ഒരു ചെറിയ ഉപ്പിൻ്റെ കുറവായിരിക്കാം, മസാലയുടെ കുറവായിരിക്കാം, പാളിപ്പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് പക്ഷേ വീഡിയോയിൽ നമുക്കത് കാണിക്കേണ്ടി വേണം, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതല്ലേ, നമുക്ക് ആക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണം എന്ന് പറയുന്ന ഒരു കുമ്പസാരം ഇവിടെ വെച്ച് നടത്താം. എന്തെങ്കിലും അങ്ങനെ കുമ്പസാരം മീൻസ് ഇതുവരെ അങ്ങനെ പറ്റില്ല. ഉപ്പ് അധികമായാലും ഇച്ചിരി കുറയലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ അത് ഉപേക്ഷിക്കേണ്ട ഒരു പ്രശ്നം
ഉണ്ടായിട്ടില്ല. വന്നിട്ടില്ല. പിന്നെ രുചി, ഉം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭക്ഷണത്തിന് ഭയങ്കര ബഹുമാനിക്കുന്ന ആളാണ്. ഇത് ഉപ്പ് കുറവുകൊണ്ടോ അല്ലെങ്കിൽ രുചി കുറവുകൊണ്ടോ നമ്മളൊരു ഭക്ഷണത്തിന് മോശമെന്ന് പറയാൻ ഉം. ഞാൻ അധികം ഞാൻ നിൽക്കില്ല. അപ്പോൾ എന്താണെങ്കിലും ഇത് കിട്ടാത്ത ആളുകളുണ്ട്, ഇതും ഈ ഭക്ഷണം കൂടെ കിട്ടാത്ത ആളുണ്ട്. അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ നമുക്ക് ബാധിച്ചിട്ടില്ല. ഇനി ഇത് ബാധിക്കാതിരിക്കട്ടെ. പക്ഷേ എങ്കിലും എരിവ് കൂടിയതായിട്ടും കുറച്ചതായിട്ടൊക്കെ ആയിട്ട് എരിവ് വേണം, ചിലർക്ക് എരിവ് ഭയങ്കര എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടം. ഇക്കയും അതേപോലെ ഞാൻ നല്ല എരിവ് കഴിക്കുന്നതാണ്. ഞാൻ നല്ല എരിവ്, കാന്താരിയൊക്കെ എപ്പോഴും കിലോ കണക്കിന് വാങ്ങി മറ്റേ വിനാഗിരിലിട്ട് വെക്കുക. ദേഷ്യം വരുമ്പോൾ എടുത്ത് ചവച്ചം കഴിക്കും. അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ കഴിക്കും. രാവിലെ രണ്ടെണ്ണം കഴിക്കും, എൻ്റെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കഴിക്കും. അങ്ങനെ അതുകൊണ്ട് ഫുഡ് അങ്ങനെ വലിയ മോശമായിട്ട് ഇതുവരെ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ ഒരു അതാണ് മോശമായിട്ട് ഈ വീഡിയം കത്തുന്നത്. ആ. ഈ കാന്താരി കഴിക്കുമ്പോൾ വീഡിയം കത്തും. വീഡിയോ കത്തും, ഇവിടെ കൊരടക്കത്തും. പക്ഷെ കാന്താരി ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ ഒരു തെറ്റായ ഒരു ഭാവമാണ് കാന്താരി എന്ന് പറഞ്ഞാൽ എരിവാണെന്ന്. പക്ഷെ അതിനൊരു രുചിയാണ്, അത് ആസ്വദിക്കാൻ അറിയണം എന്നുള്ള. ഇക്കാക്ക് എത്ര കാശ് തന്നാലും ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കില്ല, അങ്ങനത്തെ ഒരു ഫുഡ് ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും അങ്ങനെ ചെയ്യാൻ? അതിനൊന്നും പറയാനില്ല, മയില്. ഒന്നും ഓർമ്മിപ്പിക്കൽ. ഏറ്റവും കൂടുതൽ പേടിച്ച് കുക്ക് ചെയ്തായിട്ട് ഏതായിരിക്കും? അങ്ങനെ പുട്ടുകുറ്റി. പുട്ടുകുറ്റി ഭയമല്ല, കാരണം ഇത്രയും വലിയ സാധനം, ഒരു ബുദ്ധിമുട്ട്. ഇതൊക്കെ ബുദ്ധിമുട്ട്. ശരിയാവുമോ എന്നുള്ളൊരു സംഭവം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് പുട്ടിലാണ് ശരിക്കും. പിന്നെ വേറെ ഓരോന്ന് വരുമ്പോൾ അതിനനുസരിച്ച് ബുദ്ധിമുട്ട്. പുട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ മറ്റേ ഒരു സാൾട്ടിൻ്റെ ഒരു പരിപാടി, നമ്മൾ ഉപ്പിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് 1 വർഷമാണ് നമ്മളത് എടുത്തത്. 2 മാസം നമ്മൾ വീഡിയോ എടുക്കുന്ന 2 മാസം പരിപാടി. 2 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റുള്ള സീനിലാണ് 2 മാസം. അതുമാണ് എൻ്റെ മനസ്സിലാന്ന് ഓർമ്മത്. പക്ഷെ 1 വർഷം നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു സെക്ഷൻ തുടങ്ങിയിട്ട് പിന്നെ മഴ വന്നു. മനസ്സിലായി. അപ്പോൾ ഈ മഴ തണുത്ത കാലത്ത് നമുക്ക് ഉരുക്കി ഇതെടുക്കാൻ പറ്റില്ല. ഫർണസ് നമ്മൾ ഉണ്ടാക്കി തന്നു. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് പോണത്. അപ്പോൾ ഇതിന് ശരിക്കും നടന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് 2 മാസമാണ്. പക്ഷേ നമ്മളതിന് സമയമെടുത്തത് ആ വർഷമേ കടന്ന് അപ്പുറത്തെ വർഷമെത്തി. മനസ്സിലായി. അങ്ങനെ 1 വർഷം എടുത്ത് ഓരോന്നും ചെയ്യുമ്പോൾ ചിലതൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലാണ്ട് വലിയ ബുദ്ധിമുട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. പുട്ടൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനകത്ത്. എപ്പോഴും നമ്മൾ വീഡിയോസ് കാണുമ്പോൾ പറമ്പിലിരുന്നിട്ടുള്ള വീഡിയോസാണ്. ആ പറമ്പിൽ നിന്ന് അവസാനം ഇറക്കി വിട്ടപ്പോൾ ആ പറമ്പ് മൊത്തത്തിൽ വാങ്ങിച്ചു വില കൊടുത്ത്. എന്നിട്ട് ആ പറമ്പ് സ്വന്തം പറമ്പാക്കി അവിടെ നിന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങി. ശരിയാണോ? ശരിക്കും സ്വന്തം പറമ്പ് അല്ല അല്ലേ? സ്വന്തം, ഞാനത് ലീസിനാണ്. അതൊരു എൻ്റെ ക്യാമറാമാൻ്റെ സ്ഥലമാണത്. എൻ്റെ ക്യാമറാമാൻ്റെ മുത്തശ്ശിയുടെ സ്ഥലമാണ്. എനിക്ക് വരുമാനം വരാൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു പൈസയൊക്കെ ഞാൻ അവർക്ക് കൊടുത്തു. നമ്മൾ അണ്ടർ മൈ കൺട്രോൾ. ചെറിയൊരു സ്ഥലമാണ്, പക്ഷെ അതിൻ്റെ പുറകിലെ ആംബിയൻസ് വലുതാണ്. നമുക്ക് ക്യാമറ ആംബിയൻസ് കൂടെ കിട്ടുമല്ലോ, അത് ഫ്രീ അല്ലേ. ഞാനിരിക്കുന്ന സ്ഥലം ചെറിയൊരു സ്ഥലമാണ്, ഒരു 5 സെൻറ്റ് സ്ഥലം ഉണ്ടാവുള്ളൂ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലം. പക്ഷെ പുറകിലെ ആംബിയൻസ് ഭയങ്കരമാണ്. അതിൻ്റെ മുകളിൽ കാണുന്ന കുറേ സ്ഥലമൊക്കെ ഞങ്ങളുടെ തന്നെയാണ്, കൃഷിയൊക്കെ ഞങ്ങളുടെ തന്നെയാണ്. പക്ഷെ ഇത്ര ആംബിയൻസ് കിട്ടില്ല ഒരു ക്യാമറ വെക്കുമ്പോഴുള്ള ആംഗിളേ. അങ്ങനെ ഫുഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, യൂട്യൂബ് ചാനലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ബെല്ലാരി രാജയാണ് നമ്മളോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഫിറോസ് ചുട്ടിപ്പാറ. ശരിക്കും ഫിറോസ് ചുട്ടിപ്പാറ ഈ ഇടയ്ക്ക് തുടങ്ങിയ ഒരു ബ്രാൻഡ്, അതാണ് നെക്സ്റ്റ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലാരി രാജ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫ്യൂമിന് പേരിട്ടേക്കുന്ന ബെല്ലാരിയോ എന്നാണ്. ഇത് ശരിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഈ ഇടയ്ക്കായിരുന്നു 3 വർഷത്തെ കഷ്ടപ്പാടെന്ന് പറയുന്നുണ്ട്. 3 വർഷം ഒന്ന് മണം കണ്ടുപിടിക്കാൻ. അതെ, 2023 ഞാൻ തുടങ്ങിയാണ് ഈ ഒരു പെർഫ്യൂം എന്നൊരു സംഭവം. ക്രേസ് രുചി പോലെ തന്നെയാണ് ഒരു മണവും. ചില മണങ്ങൾ നമ്മൾ ആകർഷിക്കും. ചില ഹോട്ടലിൻ്റെ അടുത്ത് കൂടി പോകുമ്പോൾ അവിടെ നിന്ന് കയറിയാലും തോന്നലുണ്ടാവുമല്ലോ. അപ്പോൾ ഈ മണവും രുചിയും ഒരു എപ്പോഴും ഒരു ബന്ധുളാണ്. അങ്ങനെ രുചി നമ്മളെടുത്തുണ്ട്, ഇനിയൊരു മണം കൂടെ. ആ മണം ആളുകൾക്ക് അരോചകം ഉണ്ടാക്കരുത്. ഫ്രാഗ്രൻസിൽ ആളുകൾക്ക് ചിലതൊക്കെ നമുക്ക് അടിച്ച മാഹിനൊക്കെ അറിയാലോ, ചിലതൊക്കെ അടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആദ്യം ഒരു യൂണിസെക്സ് പെർഫ്യൂം വേണം, 2 പേർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ആണ്. പിന്നെ ഇത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെയാണ്. ഈ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി കൊടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളുണ്ട്. നമ്മളൊരു ബോട്ടിലൊക്കെ വാങ്ങി നിറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു 50 ബോട്ടിലൊക്കെ വാങ്ങി നിറയ്ക്കാൻ പറ്റും. ഇത് മിനിമം 2500-3000 പീസ് നമുക്ക് ഉണ്ടാക്കണം, എങ്കിൽ മാത്രമേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായത്, എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ഫ്രാഗ്രൻസ്. അങ്ങനെ ഈ ഫ്രാഗ്രൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 5 സെലക്ട് ചെയ്ത്, 5 3 സെലക്ട് ചെയ്ത്, 3 2 സെലക്ട് ചെയ്ത്, 2 1 സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്ത സാധനമാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ള ഭയങ്കര നിർബന്ധമായിരുന്നു. അതിൽ നിന്നൊരു സാധനം സെലക്ട് ചെയ്തു. ഇത് ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ ഉമ്മാക്കും ഭാര്യയൊക്കെ കൊണ്ട് അടിച്ചു കൊടുത്തു. അവർ ഫ്ലാറ്റ് എന്ന് വെച്ചാൽ ഞാൻ പല പെർഫ്യൂമും പലതും ഉപയോഗിക്കുന്ന സമയത്ത്, പല അത്തറൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, ഇനി ഇത് അടിച്ചിട്ട് എൻ്റെ അടുത്ത് വരില്ല കേട്ടോ പറയും ആര്, ഭാര്യയൊക്കെ. അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നും എൻ്റെ ആ ഭാര്യ പറയുന്നത് ഇത് കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ, അപ്പൊ ഭാര്യയായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയല്ല, പക്ഷെ അതിലൊരു യുണീക്ക് ഒരു ഇതാണ്. ആർക്കും ബുദ്ധിമുട്ടോ അരോചകമോ ഇല്ലാത്ത ഒരു
ഫ്രാഗ്രൻസ് ആണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. ഇത് പലർക്കും സംശയം ഉണ്ട് ഇത് ചിക്കന്റെ മണമാണോ ബീഫിന്റെ മണമാണോ? അല്ല ആളുകളെ എനിക്കൊരു സംശയമുണ്ട്, ഇത് ഭയങ്കര ബുക്കിംഗ് കേട്ടാ. അപ്പൊ ആളുകളുടെ മനസ്സിലും ഇനിയിപ്പോ ചിക്കനാണോ ഇതാണോ മസാല ചിലർക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ ആരും ഇറക്കിയിട്ടില്ല. അല്ല ഞാൻ ഈ കഥ പറഞ്ഞപ്പോഴല്ലോ എൻ്റെ ജീവിത യാത്രയുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളുകൾ ചില ആളുകൾ ഇത് വിളിച്ചും ചോദിച്ചിട്ടുണ്ട്, വാട്സപ്പിലൂടെ വിളിച്ചു ചോദിച്ചത് ഇത് എന്തെങ്കിലും മസാലന്റെ മണമാണോ സ്പൈസസിന്റെ സംഭവമാണോ ചോദിച്ചിട്ട്. അല്ല വേറെ നിട്ടാ മാഹിനെ, നമ്മളെ ആളുകൾ ഒരുപാട് വിശ്വാസമുള്ള നമ്മൾ ഇപ്പോൾ 700-ൽ പരം ബുക്കിംഗ് എടുത്ത് 24 hours നമുക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം വിലയുള്ള പെർഫ്യൂമാണത്. ഞാൻ പറഞ്ഞ ക്വാളിറ്റിയിൽ ഞാനൊരു കോംപ്രമൈസും വരുത്തില്ല. ഒരു കാരണവശാലും തലവരക്കിടും എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും കൊടുത്തില്ല. അത് എന്താണ് എൻ്റെ മെച്യൂരിറ്റി പീരീഡ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഞാൻ കഥ പറഞ്ഞ ആളുകളുടെ പേരെ മസാല, ഇപ്പോൾ മാഹിൻ ചോദിച്ച ഒരു ബിരിയാണിൻ്റെ മണമാണോ, ഇനി ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഉണ്ടോ, അങ്ങനെ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ എന്തായാലും മാഹിൻ അടിച്ചത് ഞാൻ ഒന്ന് അടിച്ചു പോകട്ടെ. എനിക്ക് ഭയങ്കര മണപ്പിക്കാൻ ഒരു ക്യൂരിയോസിറ്റി. അതെ തീർച്ചയായിട്ടും നല്ല അത് തുറക്കുമ്പോൾ തന്നെ ഒരു നല്ല നിങ്ങളിലൂടെ കടന്നു പോയ എന്തോ ഒരു മണം അതിനകത്ത് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഇൻഷാ അല്ലാ. പിണങ്ങിയിരിക്കുക, തിരിഞ്ഞിരിക്കുക അത് ഉള്ളിൽ കറങ്ങിപ്പോയതാ. ഇതാണ് സാധനം. അതാണ് സാധനം. പയ്യെ 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 ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അതെ വാവ് ഞാൻ തന്നെ പറയാം. ഞാൻ പറയാം, ഞാനാ പറയണ്ട കേട്ടോ, നിങ്ങൾ സൈലന്റ് ആയിരിക്കണം. ഓക്കെ എങ്ങനെയുണ്ട് ബോട്ടലും? നല്ല നല്ല രസമുണ്ട്. അടിച്ചു നോക്കട്ടെ. ഇനി അടിക്കേണ്ട ഒരു വിധമുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ ഷോയാ എനിക്ക് എനർജി ഒരു ഫ്രഷാണ് സത്യം. ഒരു മടുപ്പില്ലാത്ത മണം. ഞാനതാണ് എൻ്റെ വിശ്വാസമാണ് ഞാൻ ബുക്ക് ചെയ്യാൻ ശ്രമിച്ചത്. കൊള്ളാം കേട്ടാ. ബുക്ക് ചെയ്തവരൊന്നും വിഷമിക്കില്ല. റോയൽ വൈബ് കൊള്ളാം. എനിക്കും കുറച്ച് എനർജിയായി. ഒന്നുകൂടെ മണപ്പിക്കട്ടെ. ഇനി ഞാനൊരു കാര്യം കൂടി പറയാം. മാഹി ഇത് അടിച്ചപ്പോൾ മാഹിന് എവിടെയോ എന്തോ ഒരു ഫീൽ ഉണ്ടായിരുന്നു. സത്യം എൻ്റെ പഴയ കോളേജ് ലൈഫിലോട്ട് ഞാൻ പോയി. എവിടെയോ ഒരു മണം. അതുപോലെ അടിക്കുന്ന ആളുകൾക്ക് ഓരോരോ മണം ഇതിനകത്തുണ്ടാവും. എന്തോ ഇനി ഞാൻ പോയാലും മാഹിനില്ലേ, ഞാൻ ഫ്ലൈ ചെയ്ത് അല്ല ഇത് പോയാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് ഒന്ന് മണത്ത് നോക്കും. അത് ഓർമ്മ അപ്പം മണക്കം എന്നെ ഓർമ്മ വരും കേട്ടാ. കുറേ നേരം കഴിഞ്ഞാൽ പറഞ്ഞു നമ്മുടെ മനസ്സിൽ ഇതാക്കുകയാണല്ലേ. റെയിൽവേ സ്റ്റേഷൻ നുണ പറയില്ല. മാഹീൻ ഇത് മണത്തില്ലെങ്കിൽ 2-3 തവണ ഈ കൈ നിങ്ങളത് മണത്തില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും. പെർഫ്യൂം മാത്രമല്ല, വേറെ എന്തൊക്കെയോ ബിസിനസ്സുകൾ മൈൻഡിൽ കൂടെ ഓടി നടക്കുന്നുണ്ട്. ഈ കാണുന്ന ആളല്ല. എന്നെ ഇടയ്ക്കൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, വാ ചൈനയിലോട്ട് പോകാന്ന് പറഞ്ഞിട്ട്. അതെ, ഞാൻ അന്ന് നിക്കറും എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് കട്ടയ്ക്ക് വെയിറ്റ് ചെയ്ത് നിന്ന്. അല്ല ഞാൻ മാഹിന് വിളിച്ചത് വേറൊരു സുഹൃത്തിന് കണക്ട് ചെയ്താണ്. പിന്നെ മാഹിന് നമുക്കിങ്ങനെ ഞാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് വലിയ കാര്യമില്ലെന്ന് തോന്നി. പിന്നെ വേറൊന്ന് ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ, നമ്മളിങ്ങനെ പോകുമ്പോൾ ഓരോ പ്രതീക്ഷകളാണല്ലോ. ചൈന എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ പോലെ തന്നെ വലിയൊരു കൺട്രിയാണ്. ഇന്ത്യനേക്കാളും വലിയ കൺട്രിയാണ്. ആളുകൾ ഒരുപാടുണ്ട്. പക്ഷെ ചൈനയിലേക്കാളും ഒന്നുകൂടെ നമുക്ക് ബിസിനസ് ചെയ്യാൻ ഇന്ത്യയാണെന്ന് എനിക്ക് തോന്നിപ്പിക്കുന്നു. കാരണം ഇന്ത്യയിൽ ഒരുപാട് ആളുകളുണ്ട്, കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ. അപ്പോൾ ഇന്ത്യയിലേക്ക് പല രാജ്യക്കാരും ഇങ്ങോട്ടേക്ക് വന്ന് ബിസിനസ് ചെയ്യണം. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഈ പെർഫ്യൂം, ഞാൻ ശരിക്കും ദുബായിലേക്കാണ് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വിചാരിച്ചത്. പക്ഷേ ദുബായിലൊരു ട്രേഡ് മാർക്ക് എടുക്കണമെങ്കിൽ ഏകദേശം 9,000-10,000 ദിർഹംസ് വേണം. ഏകദേശം 2.5 ലക്ഷം രൂപ. നമ്മൾ ഇന്ത്യയിൽ എത്ര രൂപ അറിയോ? 9,000 രൂപയുള്ളൂ. 8,000 രൂപയ്ക്ക് ചെയ്ത ഒരാളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ബിസിനസ് ഒന്നും ഇങ്ങോട്ട് മാറ്റി. ചൈനയിൽ വേറൊരു പരിപാടിയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പം നമ്മുടെ നാട്ടിൽ, നമ്മളെ ഇഷ്ടപ്പെടുന്ന നാട്ടിൽ, നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാം? അങ്ങനെ ഈ ഫ്രാഗ്രൻസ് ശരിക്കും നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ ശരിക്കും 2,000 രൂപയ്ക്ക് വിറ്റാലും നമുക്ക് മുതലാവുള്ളൂ. കാരണം കൊറിയർ, ഇത് ഷിപ്പിംഗ്, കവർ, പാക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ടേ. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ഓഫറിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1,990 രൂപയാണ് നമ്മുടെ വിലയും പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇന്ത്യയിൽ തന്നെ നമ്മുടെ ബിസിനസ് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. പക്ഷേ ഇന്ത്യയിൽ കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, കർണാടക, സ്റ്റേറ്റ് ബേസ് ആയിട്ട് നമുക്ക് ഓരോരോ പരിപാടികളായിട്ട് പോകാൻ പറ്റും. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ബിസിനസ് ആശയങ്ങളുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ശരിക്കും ഇത് വലിയൊരു സ്ഥലം തന്നെയാണ്. പല നാട്ടുകാരും ഇങ്ങോട്ട് വന്ന് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി ബിസിനസ് ചെയ്യുന്നൊരു ഇതിലേക്ക് പോകണം. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം. ഇന്ത്യ തന്നെയാണ് ബെസ്റ്റ്. ഇന്ത്യ ഭയങ്കര സംഭവം. അപ്പോൾ ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈമിൽ മറ്റേ റബ്ബർ സ്റ്റാമ്പിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ഇക്കയെ പോലെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് അത് ഞാൻ മാറ്റിയിട്ട് ഒന്ന് വെറൈറ്റി പിടിക്കാൻ പറഞ്ഞ് ഫുഡിലേക്ക് പോയത്. ആ വ്യക്തിയോട് പറയാമോ നമുക്ക്? കുഴപ്പമൊന്നുമില്ല. എന്താ പറയുന്നത്? അപ്പോൾ M4 ടെക് ജിയോ
അതായത് അതെ. ഇക്കയെ പോലെ തന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ആ ഒരു മൈൻഡിൽ ഇക്ക ഈ വീഡിയോ തന്നെ ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ റീച്ച് കിട്ടുമായിരുന്നു. ഞാനത് മാറ്റിപ്പിടിച്ചാണ്. കാരണം അത് സ്റ്റാർട്ടിംഗ് അല്ലേ, സ്റ്റാർട്ടപ്പിൽ ആ സമയത്ത് തന്നെ നമ്മൾ ടെക് ഇത് രണ്ടും കൂടി കൺഫ്യൂസ്ഡ് ആണ്ടാവും ജനങ്ങൾക്ക്. പിന്നെ പുതിയ കണ്ടോ, ഞാൻ പറഞ്ഞില്ല, ആശയങ്ങൾ പുതിയത് ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ രണ്ടും കാണിൽ കമ്പാരിസൺ നടക്കുമെങ്കിൽ കൂടെ അത് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ ആ കമ്പാരിസൺ. അത് കഴിഞ്ഞാൽ ഒരു സാധനം നമ്മൾ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ ആളുകൾക്ക് പോകേണ്ട ഒരു ഇതിലേക്ക് വരും. അപ്പോൾ എംഫോട്ടെക്കിനെ ഞങ്ങൾ ഏകദേശം ഒരേ സമയത്താണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് ക്രാഫ്റ്റ്സ് മീഡിയ എന്നായിരുന്നു. ക്രാഫ്റ്റ് ആയിരുന്നു എൻ്റെ ലക്ഷ്യം. ക്രാഫ്റ്റ്സ് മീഡിയ എന്നായിരുന്നു എൻ്റെ ചാനലിൻ്റെ പേര്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടില്ല, പല സാധനങ്ങൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് നമ്മളിതിൽ വന്നത്. അപ്പോൾ എംഫോട്ടൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനെന്ന് കാണിച്ചു. അപ്പോൾ അന്ന് വലിയ റീച്ചൊന്നുമില്ല, ഒരു 25,000 30,000 അങ്ങനെ 50,000. ആ സമയത്ത് തന്നെ ഞാനത് മാറി. അപ്പോഴാണ് ഈ തമിഴ്നാട്ടിൽ ഡാഡി 6-3 എന്ന് പറഞ്ഞിട്ടൊരു ഒരൊറ്റ വ്യക്തി, അദ്ദേഹമാണ് ഈ പുറത്ത് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഔട്ട്ഡോർ കുക്കിങ്. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു കത്തലുണ്ടായത്, ഇതിപ്പോൾ നമുക്കും അറിയാലോ, കുറച്ച് കുക്കിങ്ങും പരിപാടിയൊക്കെ നമുക്കും അറിയാലോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ, കുഞ്ഞു സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അവിടെ കൊണ്ട് വെറുതെ ഒരു വീഡിയോയിൽ ചിത്രീകരിക്കണമെന്നല്ല, ഒരു ചെറിയ പരിപാടിയായിട്ട് ചിത്രീകരിക്കും, അതിന് പോസ്റ്റ് ചെയ്യും. അങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പ്ലാറ്റ്ഫോം മാറ്റി ക്രാഫ്റ്റിന്റെ വീഡിയോ ഒക്കെ അതിനകത്ത് ഉണ്ട്, കുറച്ച് ലാസ്റ്റ് ഉണ്ട്. സിൽവർ പ്ലേ ബട്ടൺ പൊട്ടിച്ച് 2 വീഡിയോ കഴിഞ്ഞിട്ടാണ് ഇക്ക ഫുഡ് ചാനലിലോട്ട് പോകുന്നത്. ഫുഡ് ചാനലിലേക്ക് പോകണം. അതിനുള്ളിൽ 1,00,000 ഫോളോവേഴ്സും ആയിട്ടാണ്. ഞാൻ വിചാരിച്ച മറ്റേ വില്ലേജ് കുക്കിംഗ് ചാനൽ കണ്ടിട്ടാണ് ഇക്ക സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല, അവരൊക്കെ നമ്മുടെ ഒപ്പം സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനൊക്കെ ശരിക്കും വലിയ കഥയൊക്കെ ഉണ്ട് കേട്ടോ. ഇവര് വില്ലേജ് കുക്കിംഗ് ചാനൽ വേറൊരു ചാനലുണ്ട്. അവര് ശരിക്കും പറഞ്ഞാൽ നമ്മളത് പറയാൻ പറ്റില്ല എങ്കിൽ കൂടെ അവര് നമുക്ക് 1-2 പണിയൊക്കെ തന്നിട്ടുള്ള ആളുകളാണ്. ആണോ? തമിഴ്നാട് ഫൈറ്റ്. അതെ, അത് കാര്യമില്ല. അത് ഞാൻ പറഞ്ഞല്ലേ, അതിപ്പോൾ എൻ്റെയും കോൺസെപ്റ്റിൽ അങ്ങനെയായിരുന്നു. നമ്മളൊരു സാധനം ചെയ്യും, മറ്റൊരാളത് ചെയ്താൽ അത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ പേരിലാണോ ആ ഒരു ഇത് വന്നത്? അല്ല, ഫുഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവരുടെയൊക്കെ ഫുഡ് നമ്മൾ ചെയ്തത്, നമ്മുടെ ഫുഡ് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അവരങ്ങനെ ചിന്തിച്ചു. അത് കാര്യമില്ല, നമുക്ക് നമ്മളെ ബാധിക്കുന്ന വിഷയം. നമ്മളതൊന്നും കാര്യങ്ങളല്ലേ. നമ്മൾ കൂപ്പിട്ടോ അവിടെ വിളിച്ച് ഒരു ചെറിയ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ തന്നിട്ടുണ്ട് അവര്. ഞാൻ പിന്നെ പബ്ലിക് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിപ്പോൾ ആദ്യമായിട്ട് മാഹിനായതുകൊണ്ട് ആ ഒരു തുറന്നു പറച്ചലിന്റെ ഒരു കൂട്ടത്തിൽ വന്നു. പോട്ടേക്ക് അങ്ങോട്ട് മുണ്ട് മടക്കി പോട്ടെ. അല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മളതിന്റെ ആവശ്യമില്ല. അത് അവർക്ക് ഇവരുണ്ടാക്കുന്ന ഫുഡൊക്കെ നമ്മൾ പലരും വീട്ടിൽ ഉണ്ടാക്കുന്ന, ഇവരെല്ലാത്തവർക്കും കോപ്പിറൈറ്റ് കൊടുക്കണ്ട. അല്ല, എന്നിട്ട് ഞാൻ യൂട്യൂബിനൊക്കെ ബന്ധപ്പെട്ട് ഞാൻ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഞാൻ അദ്ദേഹത്തിന് ആ ടീമുകൾക്ക് മെയിൽ വെച്ചു. ഇത് എൻ്റെയോ നിങ്ങളുടെയോ ഒരു സ്ഥാപനമല്ലത്, ഇത് പലതാണ്. അപ്പം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല, വളരെ മോശമാണ്, നിങ്ങളുടെ സ്വഭാവമല്ല എനിക്കുള്ളതെന്ന് പറഞ്ഞ് ഞാൻ മെയിലൊക്കെ അയച്ചു പുള്ളിക്ക്. പിന്നെ അതിനുശേഷം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അത് തമ്പനിയിലൊക്കെ സെയിം ആണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഞങ്ങൾ ഉണ്ടാക്കിയ തമ്പനിയിലേക്കാണ് കൊണ്ടാണ് ഇവർ കേസ് കൊടുത്തത്. പിന്നെ അതിന് നമ്മുടെ ഫേസ്ബുക്കിൽ കൂടി ചാറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ ചാറ്റൊക്കെ ഞാൻ ഇപ്പോൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. വെറുതെ നമ്മളത് ആയിട്ടില്ലല്ലോ. അങ്ങനെ അത് കാര്യമില്ല. അത് ആ സമയത്ത് എൻ്റെയും മനോഭാവം ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, വേറൊരാൾ തുടങ്ങി എന്താണെന്ന്. പക്ഷേ എനിക്ക് തോന്നിയെന്തറിയോ, വേറൊരാൾ തുടങ്ങുമ്പോഴാണ് കാഴ്ചക്കാർ കൂടുക. അദ്ദേഹം പോയി കുറേ ആളുകൾ കൊണ്ടുവരും. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ആളുകളും തറയും. പിന്നീട് നമുക്ക് യൂട്യൂബ് ക്ലാസ് തന്നിട്ടുണ്ട്. ആളുകളെ യൂട്യൂബിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമൊക്കെ നിങ്ങൾ നടത്തണം. ചാനൽ തുടങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ട്. ഞാൻ 2019 ബെസ്റ്റ് യൂട്യൂബേഴ്സിൽ അവാർഡ് എനിക്കും ജിയോയ്ക്കാണ് കിട്ടിയത്. 2019 ആദ്യമായിട്ട് അവർ അവാർഡ് കൊടുക്കുന്നത് നമുക്കായിരുന്നു, കേരളത്തിൽ തന്നത് നമുക്കായിരുന്നു. അതൊക്കെ വലിയ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംഭവം ചെയ്യുമ്പോൾ വേറൊരാളുണ്ടെങ്കിലേ നമ്മുടെ വാല്യൂ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് നിർബന്ധം. അപ്പോഴാണ് നമ്മൾക്കൊരു ഇതുണ്ടാവുള്ളൂ. ഞാൻ മാത്രം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അഹങ്കാരം വയ്ക്കളെ, മനസ്സിലായി. ഇത് ഞാൻ മാത്രം ഉള്ളതില്ല, വേറൊരാൾ വരുമ്പോൾ അഹങ്കാരം പോയിക്കോളും. അപ്പോൾ നമ്മളെന്താ കെയർ ചെയ്യും. നമുക്കിത് ഒന്നും കൂടെ ക്വാളിറ്റി കൂട്ടണം, ബിൽഡ് ചെയ്യണം, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇത് കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്ക് ഇത് നല്ലത് കിട്ടിക്കൊണ്ടിരിക്കും. യൂട്യൂബ് ചാനലിൽ ഇടാതെ വെച്ചേക്കുന്ന വീഡിയോസ് വല്ലതും ഉണ്ടോ? ചെയ്തു വെച്ചിട്ട് ആ ഫുഡിന്റെ വീഡിയോ ഇടണ്ട, അങ്ങനെ മാറ്റി വെച്ചേക്കുന്ന വീഡിയോസ് വല്ലതും? ഇല്ല, അങ്ങനെയില്ല. എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ 1-2 ചിലപ്പോൾ മിസ്റ്റേക്ക് ഒക്കെ വരില്ലേ, ചിലപ്പോൾ മഴ, വെയിൽ, കാലാവസ്ഥ, 2-3 ദിവസം നിന്ന് ഷൂട്ട് ചെയ്ത് അങ്ങനെ ഇടും. അത് വേറെ വഴിയില്ല അതിന്. മനസ്സിലായി. ചെയ്യാൻ ഏറ്റവും ആഗ്രഹമുള്ള വീഡിയോ, പക്ഷെ ഇതുവരെയും ചെയ്യാനും പറ്റിയിട്ടില്ല, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും ഫിറോസിക്ക. അത് ഞാൻ പറയില്ല. പിള്ളേർ ചെയ്യട്ടെ, അത് മറ്റുള്ളവർ ചെയ്യട്ടെ. അപ്പൊ ഇക്ക നേരത്തെ പറഞ്ഞ പ്രചോദനം കിട്ടും. അവൻ ചെയ്തല്ലേ, മേലെ. അതല്ല ഞാനതൊരു സംഭവം ഉണ്ട്, അത് അത് കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടി ഇരിക്കാം. മനസ്സിലായി. മറ്റേതുണ്ടോ, പറമ്പുണ്ടോ, വെട്ടിക്കുഴിച്ചല്ലേ, പറമ്പ് എന്തോ ഭയങ്കര സംഭവമാണ്. അല്ല, അത് ഒരു സാധനം നമ്മളുണ്ട്, അത് ഈ വർഷം ചെയ്യണോ വേണ്ടയോ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. അതുകൊണ്ടാവുമോ ഇല്ലയോ, ഇന്ത്യയിലാണോ പുറത്താണോ, എവിടെയാണോ അവൈലബിലിറ്റി അവിടെ പോകണം. ഹെലികോപ്റ്ററിൽ എല്ലാം തൂങ്ങി അല്ലല്ല
JCB പൊക്കി വെച്ചിട്ട് മരത്തിന്റെ മണ്ടയിൽ പോയി അതും അല്ലായിരിക്കും. അല്ല അത് ഞാൻ ആശ്രയമുണ്ടല്ലോ ഞാനത് പെർഫ്യൂം അടിച്ചെന്ന മിണ്ടോ? പറയാൻ പറ്റില്ല. ചില വീഡിയോസിലൊക്കെ നല്ല കമൻസ് കാണും, ചില മിക്സ് ആയിട്ട് ആയിരിക്കും കമൻസ് വരുന്നത്. ഒരു ചോക്ലേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കടയിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങിച്ച് അത് ഉരുക്കി അത് വലിയ ചോക്ലേറ്റ് ആക്കി മാറ്റിയപ്പോൾ ഉള്ളൊരു സംഭവം. അതിൽ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച് നമുക്കും ചെയ്യാൻ പറ്റുന്നതല്ല. അങ്ങനത്തെ കുറേ കമൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ? ആദ്യം നമുക്ക് കമൻസിനെ കുറിച്ച് പറയാം. കമൻസ് എന്ന് പറയുന്നത് എൻ്റെ പ്ലാറ്റ്ഫോം അല്ലത്, യൂട്യൂബ്. ഈ വീഡിയോ കാണുന്ന ആളുകൾക്കിടാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്ന സ്ഥലമാണ്. അതവർ ഇടട്ടെ. കമൻസ് 100% നല്ലതും ചീത്തയുമായ കമൻറ്റ് വരണം, എങ്കിലേ നല്ലത് തിരിച്ചറിയാൻ പറ്റും. നമ്മളതാണ് ഈ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നല്ലതും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെതിരെ ഒരു മോശം കമൻറ്റ് വന്നാൽ അത് ഞാൻ ഫീൽ ചെയ്യില്ല. ഇനി എന്ത് മാറ്റണം, ഞാൻ എങ്ങനെ ഇത് ശരിയാക്കണം, അയാളെ കൂടി ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ് കമൻറ്റ് ബേസ്ഡ്. അപ്പോൾ മറ്റേ ചോക്ലേറ്റ് എന്ന് പറയുന്നത് അത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഈ ചോക്ലേറ്റ് നമുക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് സ്ട്രഗിൾ ആയിട്ടുള്ള കേസാണ്. നമുക്കങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താൽ രുചിയും ക്വാളിറ്റി ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പം നമുക്ക് എന്തുവാണ്, ഈ കുട്ടികൾക്ക് വീഡിയോ ഇടുന്ന ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടന്റാണത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത്, അപ്പോൾ അവർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും വേണം. ആ കുട്ടികൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും വേണം. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് മേടിച്ച് കുറച്ച് സാധനം ഇട്ടിട്ട് ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കുക, ഇച്ചിരി വലുതുണ്ടാക്കുക, അങ്ങനെയൊക്കെ അവരുടെ ക്യൂരിയോസിറ്റിയാണ്, അവരുടെ ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടു എന്നുള്ള. അല്ലാതെ ഈ കമൻറ്റ് വന്നപ്പോഴാണ് ഞാൻ ചോക്ലേറ്റ് ഇങ്ങനെയും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ വീണ്ടും ഞങ്ങൾ വേറെ ഒരു ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ടായിരുന്നു, ഒരു ജെംസ് മുട്ടായി കൊണ്ടിട്ട് അത് ഞങ്ങൾ ഉണ്ടാക്കി. ആ കമൻറ്റ് ഞാൻ അല്ല വാശിയില്ല, ഞാൻ പറഞ്ഞില്ല, തിരുത്തുക എന്നുള്ളതാണ്. ഒരു തിരുത്തലുണ്ടായി. ഞാൻ പറഞ്ഞില്ല, ആ കമൻറ്റ് ഇട്ടതുകൊണ്ട് നമ്മളെന്ത് കാണിച്ചു, നമ്മളതിനെ തിരുത്തി. അപ്പോൾ അയാൾക്ക് ആ പറഞ്ഞ ആൾക്ക് പിന്നെ എന്തായി, ഞാൻ പറഞ്ഞ ചെയ്തല്ലോ എന്നുള്ളൊരു തോന്നൽ. ആ തോന്നൽ ഞങ്ങൾ ഉണ്ടാക്കും. അതിനുവേണ്ടി നമ്മൾ പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് വരുന്ന ആളുകളിൽ പോസിറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ അവന് വേറെ പണിയൊന്നും ഇല്ലാണ്ടിരിക്കണം അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അയാളെയും കൂടി നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അതാണ് സംഭവം. അങ്ങനെ കമൻ്റ് ഇട്ടത് കൊണ്ട് മാത്രമാണ്, ഞാൻ പ്രേക്ഷകരോട് പറയണേ, കമൻ്റ് ഇട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ തെറ്റുകൾ ശരിയാക്കി മുന്നോട്ട് വന്നത്. അല്ലെങ്കിൽ കമൻ്റ് ഇടാതിരുന്ന ആരും പറയാതിരുന്നാൽ തെറ്റുകൾ തെറ്റായി തന്നെ ഞാൻ തുടരും. എനിക്കിവിടെ എത്താൻ പറ്റില്ല. ഈ ക്ലബ് എഫിലും ഒന്നും മാഹിൻ എന്നെ വിളിക്കില്ല അല്ലേ? അതാണ് ടൺ കണക്കിന് ഫണ്ട് അല്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 കിലോയുടെ ചാളയിൽ നിന്ന് തുടങ്ങി ഇപ്പം നോക്കുകയാണെങ്കിൽ 80 കിലോ ചാള വെച്ച് കൊടുക്കാനുള്ള സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 300 പണ്ട് ഒരു ആട്ടുംകുട്ടിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ 10-20 ആട്ടുംകുട്ടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ടാണ് ഒരു കൺവേർഷൻ ഭയങ്കര വലുതാണ്. അപ്പം അത് അങ്ങനെ ഒരു തോട്ട്, ഇത്രയും കൂടുതൽ ചെയ്യാം എന്ന് പറയുന്ന സാധനം നമ്മൾ ഇതാണ് ചെറുതിൽ നിന്ന് വലുതാകുക എന്ന് പറയുന്നില്ലേ. അപ്പം ഞാൻ ഈ യൂട്യൂബിലേക്ക് വന്ന ഇത് പറയാം, കുക്കിംഗ് പരിപാടിയുമായി തുടങ്ങുമ്പോൾ ഞാൻ ചെറുതായിട്ട് തുടങ്ങിയത്. അവിടെയും എനിക്കൊരു ബുദ്ധിമുട്ടെന്താ ഉണ്ടായിരുന്നറിയോ, ചെറുതായിട്ടും ആളുകൾ ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്നൊരു ഡിഫറൻസ് വേണം, എന്നാലേ നമ്മൾ ആ പ്രേക്ഷകരെ നമ്മൾ വിശ്വസിക്കുള്ളൂ, എൻ്റെ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊരു ഡിഫറൻസ്. അപ്പോൾ ആളുകളൊക്കെ കുറേ കുക്കിംഗ് ചാനലൊക്കെ നടത്തുന്ന ആളുകൾ അവർ ഇൻഡോർ കുക്കിങ്ങാണ്, ഞാൻ പുറത്താണ് കുക്കിങ്. അപ്പോൾ ഇതിൽ നിന്ന് വലുതാക്കി ഒരു നാച്ചുറൽ ഫീൽഡിലേക്ക് നമുക്ക് ആളുകളെ കൊണ്ടുവരണം. ഒരു ഗ്രാമീണ ഭംഗിയും ഈ കല്യാണ വീട്ടിലെ പരിപാടികൾക്ക് നമ്മളൊരു ഗ്രാമത്തിൽ ഒരു പാടത്ത് കൊണ്ടുവെക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റ്. അങ്ങനെയാണ് ചെറുതെന്ന് പതുക്കെ പെട്ടെന്ന് നമ്മൾ വലുതാക്കാൻ പറ്റില്ല. ഈ സംഭവം നമുക്ക് അങ്ങനെ കുക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് പരിചയമുള്ള ആളുകളാണെങ്കിലും പിന്നെ ഓഡിയൻസ് ആണ്, ക്യാമറയാണ്, വീഡിയോ ആണ്. ചിലപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണയൊക്കെ തിളയ്ക്കും, ടൈമിങ് ഈ ക്യാമറമാൻ ഇവർക്ക് സെറ്റായി വരണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിപ്പോൾ ബിൽഡ് ചെയ്ത സംഭവം നമുക്കിപ്പോൾ ഒരു ടണ്ണ് കിട്ടിയാൽ നമുക്ക് വെക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. നമ്മൾ ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ അടിക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഫുഡിൽ തന്നെ നടക്കുന്നത്. അപ്പം അടിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ സഹായം വേണം കേട്ടോ. അപ്പോൾ അതിന് വേറെ ടീമൊക്കെ റെഡിയുണ്ട്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ മാറ്റാൻ കാരണം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി നിൽക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. വലിയ ഹ്യൂജ് ആകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ആ ചെറുതിനുണ്ടാക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വീണ്ടും ഞാൻ പറയണം 94.3 വരില്ലായിരുന്നു. അങ്ങനെ വ്യത്യസ്തനാകാൻ വേണ്ടി ശ്രമിച്ചാണ്. പിന്നെ ഓഡിയൻസിനെ നമുക്ക് കൈകാര്യം നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ, നമ്മളെ ആകർഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ലൈഫ് സ്റ്റൈൽ വ്ളോഗ് പോലെയല്ല, കുക്കിംഗ് ചാനലാണ്. പക്ഷേ ഇപ്പം യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ ഫാമിലിയെ പരിചയപ്പെടുത്തുന്നവർ കാണുമായിരിക്കാം ലൈഫ് സ്റ്റൈൽ വ്ളോഗ്. ഫാമിലി ഇതുവരെയും കാണിച്ചിട്ടില്ല, ഭാര്യ, കുഞ്ഞുങ്ങൾ, ഉമ്മ, വാപ്പ. അല്ല, അവർക്ക് താല്പര്യമില്ല. ഉമ്മ നമ്മുടെ വീടിൻ്റെ കുറ്റിയടിയൊക്കെ പരിപാടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് താല്പര്യമില്ല, നമ്മൾ വിളിച്ചാലും വരില്ല. വീട്ടുകാർ വീഡിയോയ്ക്ക് വരാനോ അങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് ചെയ്യാനുള്ളൊരു താല്പര്യം അവർക്ക് ഇല്ലാത്തതുകൊണ്ട് കുട്ടികളൊക്കെ വരും. ഇടയ്ക്ക് നമ്മുടെ മക്കളൊക്കെ വന്ന് വീഡിയോയിലൊക്കെ വന്നിട്ട് പോകും. അതിലിരിക്കുന്ന 10 പേര് നാട്ടുകാരും കേൾക്കണ്ട.
നമ്മൾ രണ്ടാമത് പബ്ലിക്കിലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. സോറി, ഞാൻ പെട്ടെന്ന് ക്യൂരിയോസിറ്റിയിലേക്ക്, കാരണം കുറച്ച് പിള്ളേർ ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പം അല്ല, കുട്ടികളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. പിന്നെ ഞാൻ ആ ടൈമിംഗ് കുറയ്ക്കാൻ വേണ്ടി ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എൻ്റെ വീഡിയോ മലയാളം ഞാൻ ലാംഗ്വേജ് സംസാരിക്കുന്നില്ല, പല ഭാഷയിലുള്ള ആളുകൾ കാണുന്നതാണ്. അപ്പോൾ ആ ടൈമിംഗ് നമുക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അതിനകത്തുള്ളത്. അവർക്കത് മനസ്സിലായില്ല. അപ്പോൾ വേറെ അതിൻ്റെ രാജ്യത്തിരിക്കുന്ന ആളുകൾ വീഡിയോ കണ്ടിട്ട് അവർക്ക് മനസ്സിലാകേണ്ടത് ഞാനെന്താ പറയുന്നത്, കുഞ്ഞാണ്, ഇന്ന പേരാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാകേണ്ട. അതിന് ടൈമിംഗ് കൊടുത്തിട്ട് ആ ടൈമിങ്ങിനെ അവരെ ഇരുത്തി അവരെ കണ്ടു തീർക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്നും അങ്ങനെ പറയാത്തത്. ഫിറോസ് ചുറ്റിപ്പാറ വീഡിയോ തുടങ്ങിയ ടൈമിൽ വീട്ടുകാരെ എതിർത്തിട്ടുണ്ടായിരുന്നു. എന്തിനിങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്നത്, നിനക്ക് വേറെ ജോലിയില്ലേ? വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ പല ആളുകളോടും, വീട്ടുകാർ ആരാണ് ഞാൻ പറയില്ല, പല ആളുകളും അവൻ വീട്ടിലിരുന്ന് എന്തൊക്കെയോ കമ്പ്യൂട്ടർ കിടന്ന് കളിക്കണം, പണിക്കും പോകണില്ല, ഒരു പരിപാടിക്കും പോകണില്ലവേ. പണി എന്ന് പറഞ്ഞാൽ ജോലി ഇട്ടാ, ജോലിക്കും പോകണില്ല, പരിപാടിക്കും പോകണില്ല എന്നുള്ള ഒരു ഇതൊക്കെ വീട്ടുകാർ ഉന്നയിച്ചിട്ടുണ്ട്. വീട്ടുകാർക്ക് അറിയില്ലല്ലോ, അവർക്ക് വളരെ സാധാരണപ്പെട്ട ആളുകൾ. ഞാൻ പറഞ്ഞ ഒരു ഗ്രാമത്തിലെ ആളുകൾ ഞാൻ പറ്റുന്നു. പിന്നെ നാട്ടിൽ നിന്നും ആളുകൾ. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഇടാൻ തുടങ്ങി. ഞാൻ ഹെൽത്ത് ടിപ്സൊക്കെ ആദ്യം കൊടുക്കുമായിരുന്നു. ഞാൻ സ്ലൈഡിങ് പരിപാടി എന്ന് പറഞ്ഞില്ലേ, ഹെൽത്ത് ടിപ്സ് കാര്യങ്ങൾ അങ്ങനെ കൊടുക്കുമായിരുന്നു. അപ്പം നാട്ടിൽ ഒരാൾ നിൻ്റെ അടുത്ത് നേരിട്ട് നിനക്ക് വല്ല പ്രാന്തെന്തെങ്കിലും ഉണ്ടാകും, ഇങ്ങനെ പരിപാടിയൊക്കെ ആളുകൾ ഇത് എന്തിനാ ആളുകൾ ഇത് പറയണതൊക്കെ, നമ്മൾ ഹെൽത്ത് ടിപ്സ് അല്ലേ, എന്തെങ്കിലും ഇപ്പോൾ വാഴപ്പഴത്തോര് കഴിച്ചാൽ അതിൽ ഇന്ന സംഭവം, ഇങ്ങനെ പല ടിപ്സ് നമ്മൾ പലവണ്ണം നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ആളുകൾ ഭയങ്കര കളിയാക്കലുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയാം ഇതൊരു പ്ലാറ്റ്ഫോം നമ്മളിവിടെ പിടിച്ചാൽ കിട്ടുന്ന സാധനമല്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ശരി കേട്ടാ, ഇതൊന്നും നമ്മൾ പിടിച്ചാൽ കിട്ടുന്ന കാര്യമില്ല, എന്ത് നമ്മൾ വൈറലാകും. അവരൊക്കെ കാണാറുണ്ട്, അവരൊക്കെ കാണാറുണ്ട്. അവര് തെറ്റിദ്ധരിച്ചു പോയി. അല്ല, ഇനിയിപ്പോൾ അവർ കാണുന്നുണ്ട് കേട്ടാ, നമ്മൾ കാണാറുണ്ട്. പറഞ്ഞിട്ട് അവർ നിങ്ങളിത് കാണുകയാണെങ്കിൽ കേൾക്കുന്ന വിഷമമൊന്നും വേണ്ട, നിങ്ങളെ കുറിച്ച് പറഞ്ഞല്ല, ഞാൻ പൊതുവായിട്ട് പറഞ്ഞു. എണീറ്റ് നമ്മളെ പറ്റിയിട്ട് പറയണ്ടെന്നല്ല പറഞ്ഞിട്ട്. അല്ല, പറഞ്ഞ ആളുകൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മൾ കേട്ട ആൾക്ക് ഓർമ്മയില്ലെങ്കിൽ പറഞ്ഞ ആൾക്ക് അത് ഓർമ്മയില്ല, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ പറഞ്ഞ ആൾക്ക് ഓർമ്മയില്ലാണ്ടിരിക്കട്ടെ, മറവി എന്ന് പറഞ്ഞ വലിയൊരു നമ്മൾ ഓർമ്മിപ്പിച്ചാണ്. അതെ, അല്ല അങ്ങനെയല്ല, അതിൽ എനിക്ക് ഞാൻ പറഞ്ഞു അവർ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങനെ ഈ കാര്യങ്ങൾ ഞാൻ പോസിറ്റീവായി അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യം ഞാൻ ചിന്തിക്കുന്ന എന്താണെന്ന് അവർ ചിന്തിക്കില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ പലതും തുടങ്ങും, പല ആളുകളും പലതും നെഗറ്റീവ് പറയണ്ടാവും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നഷ്ടമില്ലാതെ അത് ചെയ്യാം, ബാക്കി പിന്നെ മനസ്സിലായി. നമ്മളെ മനുഷ്യൻ ഒരു വാച്ച് വാങ്ങിയ ഗ്യാരണ്ടി ഉണ്ട്, ഒരു കണ്ണട വാങ്ങിയ കണ്ണട വാങ്ങിയ ഗ്യാരണ്ടി ഇല്ലേ, ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ട്. നമുക്ക് എന്ത് ഗ്യാരണ്ടി, നമുക്ക് എന്ത് ഗ്യാരണ്ടി, എന്തിന് അഹങ്കാരം, എന്തിന് സംഭവം, ആ സമയത്ത് സന്തോഷിച്ച് ഇതായിട്ട് ജീവിക്കുക. അല്ല ഞാനാണ് വലുതെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നിമിഷം അങ്ങോട്ട് കടന്നു പോകുന്ന നമുക്ക് തന്നെ അറിയില്ല. ആ ഇടയിൽ നമ്മൾ കുറച്ച് വായുണ്ട്, കുറച്ച് സംസാരിക്കാൻ കഴിവുണ്ട് പറഞ്ഞാൽ കുറേ ആളുകളെ കടവണായിട്ട് കാര്യമൊന്നുമില്ല. സന്തോഷത്തോടെ ഇരിക്കും, സമാധാനത്തോടെ ഇരിക്കും, പിണക്കങ്ങളൊക്കെ മാറ്റി നമ്മൾ തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തിനോടെയോ എന്താ സാധനം ഉള്ളിൽ വർക്കുന്നത്, നമുക്കൊരു വണ്ടിയുടെ ഒരു എഞ്ചിൻ കണ്ടാൽ എഞ്ചിനാണെന്നുള്ളത്, ഇതിപ്പോൾ എന്താ ഉള്ളത്, എവിടെ കംപ്ലൈൻറ്റ് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളൊക്കെ വളരെ ചിന്തിച്ചിട്ട് പ്രശ്നങ്ങളും ദുഃഖങ്ങളും ആളുകളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ നമ്മൾ ചിന്തിക്കുക, നമ്മൾ മനുഷ്യനാണ്, ഒരു ഗ്യാരണ്ടിയില്ല സാധനമാണ്. പല ജില്ലകളിലായിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇക്കയുടെ ശബ്ദം ഓണമായിട്ട്. എന്താണ് നമ്മുടെ ലിസണേഴ്സിനോട് പറയാനുള്ളത്? ഓണായിട്ട് പറയാൻ ടൺ കണക്കിന് ഫണ്ടാണ്, സന്തോഷിക്ക് അടിച്ച് പൊളിക്കൂ 94.3 കേട്ടാ, അതൊന്ന് ട്യൂൺ ചെയ്താലേ. ഇടയ്ക്ക് ഇക്കയുടെ ചാനലിലും ട്യൂൺ ചെയ്ത് വരണം. ഇനി ആഴ്ചയിൽ ഒരിക്കൽ വീഡിയോ ആണോ മാസത്തിൽ ഒരിക്കലാണോ? ഞാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും, ആഴ്ചയിൽ ഒരു വീഡിയോ ഇടാനായിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. എൻ്റെ കഴിവിന് പരമാവധി. കുറേ ബിസിനസ്സുകൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ 2-3 ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് തിരക്കുകളുണ്ട്. എങ്കിലും നിങ്ങളെയും മറക്കില്ല, എന്നെയും മറക്കില്ല, നാട്ടുകാരെയും മറക്കില്ല. ഇടയ്ക്ക് എന്നെയും കൂടെ ഒന്ന് വിളിക്കണം, കാരണം തീർച്ചയായും മാഹീനോടെ വരണം. ഒരു വെറൈറ്റി ഫുഡ്, അണ്ടിപ്പരിപ്പ് മുന്തിരി കിടണ്ടേ, ആ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതുവരെ ഇട്ടിട്ടില്ല നമ്മൾ. എന്നെ എടുത്ത് ഇടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഓണമായിട്ട് വിളിച്ച ഉടൻ തന്നെ ഓടിയെത്തി, ഒരു രക്ഷയില്ല. എന്തായാലും ഈ ഓണം കളർഫുൾ ആവട്ടേക്കാം. തീർച്ചയായിട്ടും. ഈ ഓണത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇക്കാടെ 250 നിന്നും 300 ഡിഷ് വരുന്ന ഒരു സാധനമാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. 250 നിന്നും 500 എനിക്ക് കിടക്കാൻ താല്പര്യം. എങ്കിൽ പോലും സമയം നോക്കട്ടെ, ഇതിന്റെ ആ കുറഞ്ഞ സമയമുള്ളൂ. നമുക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളൊക്കെ വായോ, നമുക്ക് ഒരുമിച്ച് ഒരു പരിപാടി കേട്ടാ. വാഴയിലയിലെ എന്നെ കിടത്തും. അയ്യോ അങ്ങനെ പറയരുത്. അയ്യോ, കഴിക്കാൻ വേണ്ടിട്ട് കഴിച്ച് കിടക്കും. ഓക്കെ, കാണാൻ പറ്റും ഓണം ഉണ്ടെന്നാണ്. എല്ലാവരും സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടും വളരെ എന്താ പറയാ സേഫ് ആയിട്ടും അല്ലേ ഓണം അടിച്ചു പൊളിക്ക് 94.3 ക്ലബ് FM. അപ്പോൾ ടൺ കണക്കിന് ഫൺ.